Okay, so we'll start. Good evening. So in the Secret Mountain day 9 okay, second last day. So basically, in the discuss the topic, techniques techniques cover. In the historical methods of elimination, Israel പ്രത്യേകമായിട്ട് നോക്കേണ്ടത് ഒരു കാര്യം. ഹിസ്റ്ററിയിൽ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഹിസ്റ്ററിയിൽ നമ്മൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിനെ പോലെയല്ല, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനെക്കാട്ടും ഹിസ്റ്ററിയിൽ എസ്പെഷ്യലി ഏൻഷ്യന്റ് പോലെയുള്ള ക്വസ്റ്റ്യനെക്കാട്ടും കുറച്ചുകൂടി ഫാക്ച്വൽ ലോഡഡ് ആയിരിക്കും. ഫാക്ച്വൽ ലോഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫാക്ച്വൽ നോളജ് എന്ത് ചെയ്തിട്ടുണ്ടാവും, കാണുമ്പോൾ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഏൻഷ്യൻ ഹിസ്റ്ററി വായിക്കാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. വേർഡ് ഡെസിഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാ ക്വസ്റ്റിനും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ല. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ബേസിക്കലി എല്ലാ ക്വസ്റ്റിനും ഒരു നോളജും വേണ്ട എന്ന് പറയുന്ന ഒരു സാധനം തെറ്റാണ്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരിക്കുക. അതായത് മേജർ ആയിട്ടുള്ള കിങ്ഡംസ് അറിഞ്ഞിരിക്കുക, മേജർ ആയിട്ടുള്ള സ്ഥലങ്ങൾ അറിഞ്ഞിരിക്കുക, മേജർ ആയിട്ടുള്ള കിങ്ങുകൾ അറിഞ്ഞിരിക്കുക, മേജർ ആയിട്ടുള്ള കൃതികൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മേജർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എവിടുന്നാണ് ഈ മേജർ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ NCERT ബേസ്ഡ് ആയിട്ടുള്ള നോളജ് അറ്റ്ലീസ്റ്റ് ഏൻഷ്യന്റ് ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു NCERT ബേസ്ഡ് ആയിട്ടുള്ള നോളജ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനിലേക്കും, ഞാൻ പറഞ്ഞ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ മുന്നിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുകയും ചെയ്തു, നമ്മൾ ചെയ്യുകയും ചെയ്തു. പക്ഷെ അതല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചുകൂടി ഒരു ഫാക്ച്വൽ നോളജ് ചില കാര്യങ്ങൾക്ക് വേണ്ടി വരും എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നിങ്ങൾ അത് പഠിച്ചിരിക്കണം. ഒരു ബേസിക് സാധനങ്ങൾ, ഞാൻ പറയുന്ന ഓവർ നോളജ് അല്ല, NCERT ബേസ്ഡ് ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. രണ്ടാമത് നമ്മൾ നോക്കേണ്ട ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ടൈം ലൈൻ ഫാക്ടറാണ്. ടൈം ലൈൻ എന്ന് പറയുമ്പം ബേസിക്കലി നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾക്ക് ഒരു കാര്യം ഹിസ്റ്ററിയിലകത്ത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയ ആളുകൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ടൈം ലൈൻസ് എന്താന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി അതും അറിയാത്ത ആളുകൾക്ക്, സ്വന്തമായിട്ട് ടൈം ലൈൻ പഠിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഐ തിങ്ക് 13th ലൈക്ക് ബേസിക്കലി മാർച്ച് 13th ഒക്കെ ആകുമ്പോഴേക്കും ഹിസ്റ്ററിന്റെ സെഷൻസ് റൈസപ്പിൽ വരുന്നുണ്ട് വാല്യൂ അഡീഷന്റെ ഭാഗമായിട്ട്. അതിനകത്ത് നമ്മൾ ടൈം ലൈൻസ് കൃത്യമായിട്ട് ഹിസ്റ്ററി തുടങ്ങുന്ന മുതൽ ഓരോ കിങ്ഡത്തിന്റെയും ടൈം ലൈൻ കൃത്യമായിട്ട് പറയുന്ന ഒരു സെഷൻസ് വരുന്നുണ്ട്. അപ്പൊ ആ സെഷൻ എന്തായാലും അറിയാത്ത ആളുകൾ അതെന്തായാലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം അതിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ടൈം ലൈൻസ് കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ ടൈം ലൈൻസ് കൃത്യമായി മനസ്സിലാവുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ടൈം ലൈനിൽ എന്തെങ്കിലും കോൺട്രാഡിക്ഷൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഓർഡറിൽ എന്തെങ്കിലും കോൺട്രാഡിക്ഷൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ടൈം ലൈൻ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ടൈം ലൈൻ ആയിട്ട് ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ടൈം ലൈനിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഫോർ എക്സാമ്പിൾ, ഇന്ന കിങ്ഡം ഇന്ന സമയത്താണ്, ഇന്ന കിങ്ഡത്തിന്റെ കണ്ടംപററി ആണ് എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അത് അറിയണം എന്നുണ്ടെങ്കിൽ ടൈം ലൈനിൽ ജസ്റ്റ് ബേസിക് നോളജ് കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ കൂടി പറ്റും. അതേപോലെ തന്നെ ഓരോ കിങ്ഡം എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ പ്ലേസ്, റീജിയൻ ആയിട്ടുള്ള രീതിയിൽ, റീജിയൻ, ഒരു സ്ഥലത്തിന്റെ റീജിയൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്ലേസുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ഒരു സ്ഥലം, ഒരു പർട്ടിക്കുലർ കിങ്ഡം ഇന്ന സ്ഥലത്താണ് എന്ന് പറയുമ്പം ആ പ്ലേസുമായി അസോസിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണോ ആ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിരിക്കുന്ന സാധനം എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ആ റീജിയനുമായിട്ട് ഒരു മാച്ചിങ് വരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ തെറ്റ് ആവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു ദേശത്തിന്റെ കഥ, ദേശ് കഥ എന്ന് പറയുന്ന ബുക്കിനെ പറ്റിയുള്ള എലിമിനേഷൻ ടെക്നിക്ക് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു ടെക്നിക്ക് കൂടി പറയേണ്ടായി. അതേപോലെ തന്നെ വേറൊരു ടെക്നിക്കാണ് പ്ലേസും അല്ലെങ്കിൽ നെയിമും തമ്മിലുള്ള മിസ്മാച്ച്. ഫോർ എക്സാമ്പിൾ, എസ്പെഷ്യലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമയത്തൊക്കെ ഓരോ ആളുകളും ഇന്ന ബുക്കുകൾ എഴുതി എന്ന് പറയുമ്പം അയാളുടെ പേരും ആ ബുക്കും ഇന്ന ലാംഗ്വേജ് ആണെന്ന് പറയുമ്പോൾ പക്ഷെ അദ്ദേഹം വരുന്നത് വേറൊരു സ്ഥലത്തു നിന്നാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ബംഗാളി ബുക്കാണ്, പക്ഷെ എഴുതിയ ഒരാളുടെ പേര് പറയുന്നത് ഏകദേശം നമുക്കൊരു മറാത്തി കാസ്റ്റ്, പൊതുവേ വരുന്നത് ഒന്നെങ്കിൽ മഹാരാഷ്ട്ര ആയിരിക്കും, അല്ലെങ്കിൽ ബംഗാൾ ആയിരിക്കും, അല്ലെങ്കിൽ മദ്രാസ് റീജിയനിൽ നിന്നായിരിക്കും കൂടുതലായിട്ട് ഇങ്ങനെ INCയിൽ വരിക. അപ്പൊ ഇങ്ങനെ ഒരു ഫീച്ചർ ആണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആ മിസ്മാച്ചിന്റെ പേരിൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത് വരുന്നത് ഒരാളുടെ പേഴ്സണും ബേസിക്കലി അയാളുടെ ഐഡിയോളജി തമ്മിൽ വരുന്ന മിസ്മാച്ച്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹിന്ദുത്വ ഐഡിയോളജി ഉള്ള ആളുകളുണ്ട്, സെക്യുലർ ഐഡിയോളജി ഉള്ള ആളുകളുണ്ട്, അതേപോലെ തന്നെ ബേസിക്കലി ഒരു കാസ്റ്റിസ്റ്റ് ഐഡിയോളജി ഉള്ള ആളുകളുണ്ട്, നോ കാസ്റ്റ് ഐഡിയോളജി ഉള്ള ആളുകളുണ്ട്, പ്രോ ബ്രിട്ടീഷ് ഐഡിയോളജി ഉണ്ട്, പ്രോ ഇന്ത്യൻ ഐഡിയോളജി ഉള്ള ആളുകളുണ്ട്. അപ്പൊ ഓരോ രീതിയിലും ഐഡിയോളജി ബേസ് ചെയ്ത് ഓരോ ആളുകളും എങ്ങനെയാണോ ചിന്തിക്കുന്നത് ആ ചിന്ത നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അപ്പൊ ഹിസ്റ്ററി വായിക്കുന്ന സമയത്ത് നിങ്ങൾ അതൊക്കെയാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. ഇത് കൃത്യമായി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ ക്വസ്റ്റ്യൻസിൽ എലിമിനേഷൻസ് വർക്കാവും ഹിസ്റ്ററിയിൽ. അത് നോക്കുക. രണ്ടാമത്, അതിനകത്ത് എപ്പോഴും ഒരു ഇയറോ കാര്യങ്ങളൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇയറിന്റെ കോണ്ടെക്സ്റ്റ് എന്താന്ന് നോക്കുക. ഇയറിന്റെ കോണ്ടെക്സ്റ്റ് എന്താന്നുള്ളത് വീണ്ടും നോക്കാം.
ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ 1910 ഈ സാധനം സംഭവിക്കുന്നതെന്ന് പറയാം. 1910 എങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയെ ട്രീറ്റ് ചെയ്തിരുന്നതും എന്നുള്ളതും എങ്ങനെയാണ് INC ബ്രിട്ടീഷിനെ ട്രീറ്റ് ചെയ്തിരുന്നതെന്ന് നോക്കുക. ഇത് തമ്മിൽ ഇൻകൺസിസ്റ്റന്റ് ആണ്. ഫോർ എക്സാമ്പിൾ വെറുതെ പറയാൻ 1910 പ്രസ്സിന് എന്ത് ചെയ്തു, പ്രസ്സിന്റെ ഫ്രീഡം കർട്ടേൽ ചെയ്തു 1910 എന്ന് പറയാം. അപ്പൊ 1910 എന്ത് മേജർ മൂവ്മെന്റ്സ് ആണ് അതിന് ചുറ്റും നടന്നിട്ടുള്ളതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം വെറുതെ 1910 ഒരു പ്രസിന്റെ ഫ്രീഡം കർട്ടേൽ ചെയ്തു എന്ന് പറയുമ്പം നമുക്കത് ശരിയാണോ തെറ്റാണോ എന്ന് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. പക്ഷെ നമുക്ക് ആ ഫാക്ച്വൽ നോളജ് ഇല്ല. പക്ഷെ നമ്മൾ ആ സമയത്ത് 1910 എന്തിനങ്ങനെ ഒരു സാധനം കർട്ടേൽ ചെയ്യേണ്ട ആവശ്യകത അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതേപോലെ തന്നെ ഇപ്പൊ മോഡേൺ ഹിസ്റ്ററിക്ക് വരുമ്പോൾ ബ്രിട്ടീഷിന്റെ ഐഡിയോളജി എന്താണ്, അതേപോലെ തന്നെ INCന്റെ ഐഡിയോളജി എന്താണെന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബ്രിട്ടീഷ് എന്തിനായിരിക്കും ഇന്ത്യയെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹിസ്റ്ററിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക. ബട്ട് അഗെയിൻ ഐ എം ടെല്ലിങ് യു, വിത്ത് റെസ്പെക്ട് ടു ഏൻഷ്യന്റ് ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി വീണ്ടും നമുക്കൊരു ഐഡിയോളജി ഒക്കെ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ഐഡിയോളജി അറിയണം, ടൈം ലൈൻ അറിയണം, എന്താണ് ഒരാളുടെ പേഴ്സണൽ, ഒരു ബംഗാളി നെയിം എങ്ങനെയായിരിക്കും ഉണ്ടാവുക അല്ലെ, ബ എന്ന് പറയുന്ന വാക്കുകൾ, അങ്ങനത്തെ വാക്കുകളായിരിക്കും ബംഗാളിയിൽ കൂടുതൽ ഉണ്ടാവുക എന്നുള്ള രീതിയിലുള്ള ഒരു ബേസിക് നോളജ് നിങ്ങൾ ഹിസ്റ്ററി വായിക്കുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. ടൈം ലൈൻ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. ഓരോ സ്ഥലങ്ങളുടെയും പ്രത്യേകത എന്താണ്, ആ സ്ഥലങ്ങളുടെ ആളുകളുടെ പേര് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ഫേമസ് ആയ ആളുകളുടെ പേര് വെച്ചൊന്ന് കമ്പയർ ചെയ്താൽ മതി ആ റീജിയനിലെ. അതേപോലെ തന്നെ ഓരോ ലാംഗ്വേജും എങ്ങനെയാണ് അത് ഉച്ചരിക്കുന്നത് എന്നുള്ളതൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ ബ്രിട്ടീഷിനകത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ വരുന്നത് ഓരോ സമയത്തും ആ ഒരു ബ്രിട്ടീഷിന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോത്തിന്റെ ഫീച്ചേഴ്സ് അറിയില്ലെങ്കിലും ആ സമയത്ത് ബ്രിട്ടീഷിന്റെ ഒരു സ്റ്റാൻഡിന്റെ ഒരു ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർക്കണം. ഫോർ എക്സാമ്പിൾ ഇതിപ്പോ ലേബർ ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോ ഇന്ത്യൻ സ്റ്റാൻഡ് ആയിരിക്കും. ഒരു കൺസർവേറ്റീവ് ഗവൺമെന്റ് ആണ് ബ്രിട്ടീഷിൽ വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആന്റി ഇന്ത്യൻ സ്റ്റാൻഡ് ആയിരിക്കും എടുക്കുക. നിങ്ങൾക്ക് അറിയാം ഇപ്പൊ റിപ്പണും ലിറ്റിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബേസിക്കലി ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താണ്? ഒരാള് പ്രോ ലേബർ പാർട്ടി ഭരിക്കുമ്പോൾ വൈസ്രോയ് ആയി വന്ന ആളാണ്, മറ്റൊരാള് ബേസിക്കലി പ്രോ അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടി വന്നപ്പം എന്താണ്, വൈസ്രോയ് ആയി വന്ന ആളാണ്. കൺസർവേറ്റീവ് പാർട്ടി ആവുമ്പം സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ പ്രോബ്ലംസ് കൂടുതലായിരിക്കും. കാരണം അവരെന്താണ്, ബ്രിട്ടീഷ് ഇന്ത്യനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക. പ്രോ ലേബർ പാർട്ടി വരുമ്പം സ്വാഭാവികമായിട്ടും ലേബേഴ്സിന് അനുകൂലമായിരിക്കും. ദാറ്റ് മീൻസ് ഇന്ത്യൻസിന് എന്തായിരിക്കും, കുറച്ചുകൂടി അനുകൂലവും കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള പോളിസീസ് ആയിരിക്കും എന്ത് ചെയ്യുക, പ്രോ ലേബർ പാർട്ടീസ് എടുക്കുക. അപ്പൊ ഈ സമയങ്ങളിലൊക്കെ ഇവിടെ പ്രൊട്ടസ്റ്റ് മൂവ്മെന്റിൽ ഒരു കയറ്റവും കുറച്ചിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ബേസിക്കലി അവിടെ ഗവൺമെന്റ് മാറുന്നതിനനുസരിച്ച് തന്നെ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷിന്റെ പോളിസീസ് മാറുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂവ്മെന്റിലും നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നത് കാണാൻ പറ്റും. അപ്പം ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോന്നിന്റെയും കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി തന്നെ ചെയ്യണം. അതേപോലെ ഐഡിയോളജി നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ആളുകളെ പറ്റി. ഗാന്ധി പഠിക്കുമ്പം ഗാന്ധി ഇപ്പൊ 1915 നമ്മൾ ഇങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ ഗാന്ധിയുടെ സ്വഭാവ മാറ്റം, ഗാന്ധിയുടെ ഒരു സ്വഭാവം ഇങ്ങനെ മാറുന്നുണ്ട് അല്ലെ. ഗാന്ധി തുടങ്ങുമ്പോൾ എന്തായിരുന്നു, ബേസിക്കലി ഒരു കാസ്റ്റ് വർണ്ണ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന, കാസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇന്റർ റിലീജിയസ് മാരേജ് സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ അങ്ങനെ വന്ന ഒരാൾ 1940s അല്ലെങ്കിൽ 30s ഒക്കെ ആകുമ്പോൾ അതിങ്ങനെ അഴിഞ്ഞ് കുറച്ചൊരു ലൂസ് ആവുന്ന നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഗാന്ധിന്റെ തന്നെ മകനെ, ബേസിക്കലി ഗാന്ധിന്റെ മകൻ ഒരു മുസ്ലിം സ്ത്രീയെ സ്നേഹിക്കുകയും അതിനെതിരെ ഗാന്ധി സമ്മതിക്കാതിരിക്കുകയും ഗാന്ധി മകനായിട്ട് ഉടക്കുന്നുണ്ട്. പക്ഷെ ശേഷം അദ്ദേഹം അതിനകത്ത് റിഗ്രറ്റ് കാണിക്കുന്നതായിട്ട് പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പം സ്വാഭാവികമായിട്ടും ഓരോരുത്തരുടെയും ഇപ്പൊ വയസ്സാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഓരോരുത്തരുടെ സ്റ്റാൻഡ് അഴയില്ല. ഇപ്പൊ നിങ്ങൾ അച്ഛൻ പണ്ട് നിങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ബേസിക്കലി വീട്ടിലൊക്കെ പ്രേമിക്കുന്നതിനൊക്കെ കുറ്റവും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാത്തവരായിരിക്കും. പക്ഷെ ഒരു പ്രായമായിട്ട് നിങ്ങൾക്ക് പെണ്ണും കിട്ടുന്നില്ല, സിവിൽ സർവീസും ക്ലിയർ ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവരേക്ക് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ച് അവർ അഴിഞ്ഞു വരില്ലേ. ആ അഴിഞ്ഞു വരുന്ന സാധനം സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്ത് പറയുന്നതല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സ്റ്റാൻഡുകൾ പ്രായമാകുമ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും ക്യാരക്ടറിൽ ഡിഫറൻസ് വരും. അപ്പൊ ആ ഡിഫറൻസസിന്റെ എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ് നിങ്ങൾ പൂർണ്ണമായിട്ടും ശരിക്കും ഒബ്സർവ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് ഹിസ്റ്ററി വായിക്കുമ്പോൾ. എങ്ങനെയാണ് ഹിസ്റ്ററി വായിക്കുക എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഹിസ്റ്ററി എല്ലാവർക്കും ഏൻഷ്യന്റ് ഹിസ്റ്ററി ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയി വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ക്യാരക്ടറാണ് നമ്മൾ പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹിസ്റ്ററി ഒക്കെ പഠിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഹിസ്റ്ററിനെ ബേസിക്കലി വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് കാണുന്ന ഒരുപാട് പേരുള്ളതുകൊണ്ട് പറയാണ്. ഇപ്പൊ ഹിസ്റ്ററിനെ നമുക്ക് വേണമെങ്കിൽ വെറുതെ ഡിഫറെന്റ് ടൈം പീരീഡുകളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തിരിക്കാൻ പറ്റും അല്ലെ. സോ ഈ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഡിയോളജിയിൽ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. 1757 to 1857 നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്, ബേസിക്കലി ഈസ്റ്റ് ഇന്ത്യ കമ്പനീന്റെ റൂളാണ്. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള എല്ലാ ഫൈറ്റും ആർക്ക് വേണ്ടിയിട്ടാണ്, കിങ്ഡത്തിന് വേണ്ടിയുള്ള ഫൈറ്റ് ആണ്. ആരും ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് മൂവ്മെന്റിനെ പറ്റിയോ സംസാരിക്കുന്നില്ല. കാരണം ദേ ആർ ഓൺലി ട്രൈങ് ടു ക്യാപ്ചർ ഓർ റീക്യാപ്ചർ ദി റൂളിംഗ് ഫ്രം ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇപ്പൊ 1857 ഒബ്ജക്റ്റീവ് എന്താണ്, ബേസിക്കലി ഇൻഡിപെൻഡൻസ് അല്ല, അവർക്ക് അവരുടെ പഴയ രാജ്യത്തിലേക്ക് തിരിച്ചു പോകണം. സോ നാഷണലിസം വേർ ആബ്സെന്റ് ഇൻ ദിസ് പർട്ടിക്കുലർ പീരിയഡ്.
അല്ലെങ്കിൽ നാഷണലിസം എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ പീരീഡിൽ കാണാൻ പറ്റില്ല. പക്ഷെ ഈ പീരീഡിൽ നിങ്ങൾക്ക് നാഷണലിസം കാണാൻ പറ്റും, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്സ് കാണാൻ പറ്റും. ഇവിടെ ആരാണ് വരുന്നത്? ബ്രിട്ടീഷ് ആണ് വരുന്നത്. അതിപ്പം ഇങ്ങനെയുള്ള ക്യാരക്ടർ ഡിഫറൻസസ് നിങ്ങൾ എപ്പോഴും ഹിസ്റ്ററിയിൽ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ഒബ്സർവേഷൻ നിങ്ങളെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ആ ടൈം ലൈനും നിങ്ങൾ എന്ത് ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് പഠിച്ചു പോകാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ഹിസ്റ്ററിയിൽ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്ത് കുറെ സാധനങ്ങൾ പോവാം. അപ്പം ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് ആണ് വൺ important factor you should remember, basic information which is required for history. Okay, അത് ഒട്ടും ഇല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ചില ക്വസ്റ്റ്യൻസിന് പറ്റിയെങ്കിലും ഒരുപാട് ബേസിക് ഇൻഫർമേഷൻസ് വേണം. അതുപോലെ വേർഡ് ഡെസിഫർ ചെയ്യുന്നത് ഏൻഷ്യന്റ് ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ടൂൾ ആണ്. വേർഡുകൾ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് അതിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള മീനിങ്സിനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ദിസ് ഇസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ടു സ്റ്റാർട്ട് വിത്ത്. പ്ലീസ് റീഡ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് വായിച്ച് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നോക്കുക കേട്ടോ. വായിക്കാം. വളരെ സിമ്പിൾ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? Which one of the following acts was the Governor General of Bengal designated as the Governor General of India? ഇത് നിങ്ങൾ എലിമിനേറ്റ് ചെയ്തില്ലേ? നിങ്ങൾ ചെയ്യുന്ന എനിക്കറിയാം. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിയാനുള്ള സമയമായിട്ടുണ്ടാവുമല്ലോ. പെട്ടെന്ന് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വായിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ ആദ്യം ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യും? നിങ്ങൾ തന്നെ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ആദ്യം നിങ്ങൾ ഏത് എലിമിനേറ്റ് ചെയ്യും? എലിമിനേറ്റ് ചെയ്യാം. റെഗുലേറ്റിംഗ് ആക്ട് അല്ലെ? ഒരു ഗവർണർ ജനറൽ ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കുന്നത് ഒരു റെഗുലേഷൻ അല്ല. റെഗുലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി, എന്താണ്? റെസ്ട്രിക്ട് ചെയ്യാണ് അല്ലെ? റെഗുലേറ്റ് ചെയ്യുക. പക്ഷെ ഇതെന്താണ്? ബ്രോഡൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ ആ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ റെഗുലേറ്റീവ് ആക്ട് ഒന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് തന്നെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഒഴിവാക്കാൻ പറ്റും. കാരണം റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സാധനത്തിനെ റെസ്ട്രിക്ട് ചെയ്യുന്നതിനാണ് റെഗുലേഷൻ എന്ന് പറയാം. ഇവിടെ പക്ഷെ എന്താണ്? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ റെസ്ട്രിക്ഷൻ അല്ല, ഇവിടെ എന്താണ്? കുറച്ചുകൂടി ഫ്രീഡം അല്ലെങ്കിൽ സ്പേസ് എന്ത് ചെയ്യാണ്? കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്തായാലും റോങ് ആയിരിക്കും. രണ്ടാമത് ബി എലിമിനേറ്റ് ചെയ്തൂടെ? എലിമിനേറ്റ് ചെയ്യാലോ അല്ലെ? ഓക്കെ, ബി എലിമിനേറ്റ് ചെയ്തൂടെ? ബി എലിമിനേറ്റ് ചെയ്യാനുള്ള കാര്യം എന്താണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട്. ബേസിക്കലി ഗവർണർ ജനറൽ ഓഫ് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? പിറ്റ്സ് ഇന്ത്യ ആക്ട് സ്വാഭാവികമായിട്ടും പിറ്റ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു റൂളറിന്റെ ബേസിലാണ് അല്ലെ? വീണ്ടും ആ ടൈം ലൈൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, 1793 ആക്ട് ഒക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്ന് ഒന്ന് കാലുറച്ച് വരുമ്പോൾ ഉള്ള ആക്ട് ആണ്. അന്നേരം ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യ മൊത്തം ഭരിക്കാൻ എത്തിയിട്ടില്ല. ബംഗാൾ തന്നെ കിട്ടുന്നേ ഉള്ളൂ. ബംഗാൾ തന്നെ എപ്പോഴാണ് കിട്ടിയത്? 1757 ബംഗാൾ ഇവരയിൽ വരുന്നേ ഉള്ളൂ. അപ്പൊ 1757 ബംഗാൾ വരുന്ന ഒരാള് 1793 ആകുമ്പോഴേക്ക് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എത്താനുള്ള സമയമായിട്ടില്ല എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ടും അതുവരെയുള്ള ഒരു ആക്ടും ആയിരിക്കില്ല. ഏതാണ് ആക്ട്? ചാർട്ടർ ആക്ട് ഓഫ് 1833 അല്ലെ? അപ്പം ആ ടൈം പീരീഡ് അതിനാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത്. ഓരോ സ്ഥലത്തും എങ്ങനെയാണ് ബ്രിട്ടീഷ് പോകുന്നത്. ചാർട്ടർ ആക്ട് ഓഫ് 1833 അതല്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാൻ പിന്നെ വെറുതെ പറയുന്നേ ഉള്ളൂ. ഓക്കെ, സോ വിൽ ഗോ ടു അനദർ ക്വസ്റ്റ്യൻ. Which one of the following statement? Okay, sorry. Read the question. വായിച്ചു കഴിഞ്ഞ ഒരു തംസപ്പ് വരുമോ? ഞാൻ വേറൊരു കാര്യം പറയാവേ. ഇന്ത്യയില് ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവിൽ ഇപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ആരെഴുതിയ ഹിസ്റ്ററിയാ? ഒരു കോൺസെപ്റ്റ് പറയാം. എന്തുകൊണ്ടാണ് ആ കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ആരെഴുതിയ ഹിസ്റ്ററിയാ? ഇന്ത്യൻ ഹിസ്റ്ററി ആരെഴുതിയ ഹിസ്റ്ററിയാ? ബേസിക്കലി ഇന്ത്യൻസ് എഴുതിയ ഹിസ്റ്ററി ആണോ ബ്രിട്ടീഷേഴ്സ് എഴുതിയ ഹിസ്റ്ററി? ബ്രിട്ടീഷ് അല്ലേ? അല്ല, ഇന്ത്യൻ ഹിസ്റ്ററി രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി ഇപ്പൊ നമ്മൾ വായിക്കുന്ന ആരാണ്? ബേസിക്കലി ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇപ്പൊ രാമചന്ദ്ര ഗുഹയാണെങ്കിലും ബിപിൻ ചന്ദ്ര ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഹിസ്റ്ററി ഒക്കെ എഴുതിയത് ബേസിക്കലി ഇന്ത്യൻസ് എഴുതിയ ഹിസ്റ്ററിയാണ്.
ഇന്ത്യൻസ് ഹിസ്റ്ററി എഴുതുമ്പം ബ്രിട്ടീഷിനെ നന്നാക്കി കാണിക്കോ മോശമാക്കി കാണിക്കോ? മോശമാക്കി കാണിക്കും. ഇനി നിങ്ങൾ നേരെ പോയി ബ്രിട്ടീഷ് ഹിസ്റ്ററി വായിക്കുക. ബ്രിട്ടീഷ് കൊളോണിയൽ ഹിസ്റ്ററി വായിക്കുമ്പം ഡു യു റിയലി തിങ്ക് ദാറ്റ് ബ്രിട്ടീഷ് വിൽ സേ ദാറ്റ് വി എക്സ്പ്ലോയിറ്റഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന വേർഡ് ബ്രിട്ടീഷിന്റെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുകയില്ല? ഒരിക്കലും കൊടുക്കില്ല. ആൻഡ് ഇൻ റിയാലിറ്റി, ഒരു എക്സാമ്പിൾ അതിനു വേണ്ടി പറയാം. റിയാലിറ്റി, ഇഫ് യു ഗോ ടു ബ്രിട്ടൻ ഓർ UK ആൻഡ് ഇഫ് യു ആസ്ക് the present generation about colonialization of India, they are not aware about it because that is the dark period of his colonial period. അല്ലെങ്കിൽ ഇമ്പീരിയലിസം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സാധനമാണ്. ഒരിക്കലും ഒരു ഹിസ്റ്ററി എന്ത് ചെയ്യില്ല, അവർ അങ്ങനെ സാധനം പ്രസന്റ് ചെയ്യില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രസന്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അർജുനൊക്കെ UK തോന്നുന്നു കേട്ടോ, അർജുനൊക്കെ അറിയാം. അപ്പൊ ബേസിക്കലി അങ്ങനെ ഒരു സാധനം അവർ പ്രസന്റ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മളെ പെർസ്പെക്റ്റീവ് ഓഫ് ഹിസ്റ്ററിയാണ് പറയാം. നമ്മളെ സംബന്ധിച്ചോളം ബ്രിട്ടീഷ് എപ്പോഴും മോശമായിരിക്കും. മനസ്സിലായോ? ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. അതായത് ബ്രിട്ടീഷ് എന്തെങ്കിലും ഒരു സാധനം ചെയ്തു എന്ന് പറയുമ്പോൾ പൊതുവെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് അധികം ഭയങ്കര ടൈം പീരീഡ് നിങ്ങൾ ശ്രദ്ധിക്കണം, ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് ചെയ്യരുത്. പോസിറ്റീവ് സാധനത്തിന് നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും നെഗറ്റീവ് സൈഡിലായിരിക്കും. ബ്രിട്ടീഷ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തു, ബ്രിട്ടീഷ് നമ്മൾ ഇതാക്കി എന്നായിരിക്കും നമ്മൾ എപ്പോഴും പറയാം. പക്ഷെ ബ്രിട്ടീഷിനെ പറ്റിയാണ് ഈ ചോദ്യം ഞാൻ ബ്രിട്ടീഷിലാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിന്റെ ഉത്തരം എപ്പോഴും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ബ്രിട്ടീഷ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ UK സിവിൽ സർവീസ് എക്സാമിനേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ ശരി ഉത്തരവായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. രണ്ടും തമ്മിലുള്ള കോൺസെപ്റ്റിലുള്ള വ്യത്യാസം മനസ്സിലായോ? പേഴ്സ്പെക്റ്റീവിലുള്ള വ്യത്യാസമാണ്. രണ്ടും ഹിസ്റ്ററി ട്രൂ ആണ്, പക്ഷെ രണ്ടും പേഴ്സ്പെക്റ്റീവ് ആണ്. ഇതെപ്പോഴും നിങ്ങൾ ഹിസ്റ്ററി വായിക്കുമ്പോൾ മനസ്സിൽ വിചാരിക്കണം, നമ്മൾ വായിക്കുന്നത് എപ്പോഴും കറക്റ്റ് ഹിസ്റ്ററി അല്ല, നമ്മൾ ബയാസ്ഡ് ഹിസ്റ്ററിയാണ്. മനസ്സിലായോ? ഇനി വേറെ ചോദ്യം കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മനസ്സിലായി, ഇതിന്റെ ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്ക് ഇത് മനസ്സിലാൻ വേണ്ടി ഞാൻ പറയാം. നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഹിസ്റ്ററി ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇപ്പം നമ്മൾ കേരളത്തിലുള്ള ആളുകളാണ്. ആർ വി സ്റ്റഡിങ് അവർ ഹിസ്റ്ററി ഓർ ആർ വി സ്റ്റഡിങ് ബംഗാൾ ഹിസ്റ്ററി? I'm just broadening your thinking so that this idea will be clarity. നമ്മൾ കേരളത്തിലുള്ള ആളുകൾ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പഠിച്ച് നമ്മൾ എഴുതുന്ന പരീക്ഷ ആക്ച്വലി അതൊരു ഇന്ത്യൻ ഹിസ്റ്ററി ആണോ അതൊരു ബംഗാൾ ഹിസ്റ്ററി ആണോ? ബംഗാൾ നോർത്തേൺ ബെൽറ്റ് ഹിസ്റ്ററി ആണ്. പോട്ടെ, മാക്സ്. We are not studying our history. നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ നമ്മളെ ഹിസ്റ്ററി അല്ല. ഓക്കെ, വി ആർ ഇന്ത്യൻസ് ആസ് വി ആർ സ്റ്റഡിങ് എന്ന് പറയുന്നത് ആക്ച്വലി നോർത്തേൺ ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കുന്നത്. ആർ യു സ്റ്റഡിങ് വാട്ട് ഈസ് ഹാപ്പനിങ് 1920 കേരളത്തിൽ എന്താ സംഭവിച്ചത്, കേരളത്തിൽ എങ്ങനെയാ മൂവ്മെന്റ് നടന്നത്, കേരളത്തിലെ സാധനങ്ങളാണോ പഠിക്കുന്നത്? 1, 2, 3 മൂവ്മെന്റ് നിങ്ങൾക്ക് കാണാം, വിച്ച് ഈസ് വെരി സബാൾട്ടൻ പെർസ്പെക്റ്റീവ്. അതർവൈസ് വി ആർ ഓൺലി സ്റ്റഡിങ് നോർത്തേൺ പെർസ്പെക്റ്റീവ് ഓഫ് ഹിസ്റ്ററി. ഓക്കെ, സോ ഹിസ്റ്ററി എന്ന് പറയുന്നത് അതെന്തിനാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഹിസ്റ്ററി ഈസ് പെർസ്പെക്റ്റീവ്സ് ആണ്. ഏത് സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നോ അതിനനുസരിച്ച് ഹിസ്റ്ററി മാറിക്കൊണ്ടിരിക്കും. സോ സ്വാഭാവികമായിട്ട് ഇത് ഇന്ത്യൻ സൈഡിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ മൈൻഡിനെ ഇമ്പാക്ട് ചെയ്യണം. ഇനി നിങ്ങളൊന്ന് വായിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ ഇതിനകത്ത് ക്ലബ് ചെയ്യും, എന്തൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. So always remember this concept so that you will get a better understanding of history. നിങ്ങൾ ഏത് ഭാഗം ആദ്യം എലിമിനേറ്റ് ചെയ്യും? ഡി ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം അല്ലെ? ബ്രിട്ടീഷിന്റെ ഫസ്റ്റ് ബേസിക്കലി ചോദിച്ചിരിക്കുന്ന എന്താണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായി ഇന്ത്യ ഡ്യൂറിംഗ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 19th സെഞ്ചുറി എന്ത് സംഭവിച്ചു? ഇമ്പാക്ട് ഓൺ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഓൺ ഇന്ത്യ. സോ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഇമ്പാക്ട് എന്താണ് ഇന്ത്യയിൽ എന്ന് ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ഹാഫ് ഓഫ് 19th സെഞ്ചുറി. ദാറ്റ് മീൻസ് വെറുതെ അങ്ങനത്തെ പീരീഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. 19th സെഞ്ചുറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, 1800 പൊതുവേ ഇങ്ങനെ സെഞ്ചുറി വെച്ച് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 18th സെഞ്ചുറി 19th സെഞ്ചുറി. അപ്പൊ ആ പീരീഡ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഓർത്തുക. 19th സെഞ്ചുറി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 1800 മുതൽ 1899 വരെ എന്നുള്ളതാണ് 19th സെഞ്ചുറി. സോ ഫസ്റ്റ് ഹാഫ് ഓഫ് 19th സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 1800 മുതൽ 1850 വരെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടി. ഈ പീരീഡിനെ പറ്റിയാണ് ചോദ്യം വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സോ ഫസ്റ്റ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ഹെവി ഡ്യൂട്ടീസ് വെയർ ഇമ്പോർട്ടഡ് ഓൺ ദ ഇമ്പോർട്ട്സ് ഓഫ് ബ്രിട്ടീഷ് മാനുഫാക്ചേഴ്സ്. ഒരിക്കലും ചെയ്യോ? ഇല്ല, ഒരിക്കലും ഹെവി ഡ്യൂട്ടി ബ്രിട്ടീഷ് മാനുഫാക്ചേഴ്സിന് ഒരിക്കലും കൊടുക്കില്ല. കാരണം ഫ്രീ ഡ്യൂട്ടി ആയിരിക്കും എന്തായാലും കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് ആയിരിക്കും എന്തായാലും ബ്രിട്ടീഷിന് കൊടുത്തിട്ടുണ്ടാവും. കാരണം ഈസി ആയിട്ട് ട്രേഡ് ചെയ്യണം. ഡി എലിമിനേറ്റ് ചെയ്തു. ഇത് ബ്രിട്ടീഷിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരിക്കലും ബ്രിട്ടീഷ് അത് ചെയ്യില്ല. ഇനി ഏത് എലിമിനേറ്റ് ചെയ്യാം? സി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? എലിമിനേറ്റ് ചെയ്യാം. സി ആണ് എല്ലാവരും എലിമിനേറ്റ് ചെയ്യുന്നത്. റീസൺസ് എന്താ പറയാവോ? റെയിൽവേ ശരിക്കും ഇട്ടിട്ടില്ലേ?
റെയിൽവേ ശരിക്കും നമുക്ക് റെയിൽവേ ലേ ഡൗൺ ചെയ്തിട്ടുണ്ട് അല്ലെ. മെനി പാർട്സ് എന്ന് പറയുന്നുണ്ട് ഒരു പ്രശ്നം. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഇനി ടൈം ലൈൻ നോക്കുവാണെങ്കിൽ വെറുതെ റെയിൽവേ ആദ്യമായിട്ട് വന്ന വർഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ മാത്രം മതി. ഇറ്റ് ഈസ് ഫ്രം 1853 അല്ലേ റെയിൽവേ വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 1850 വരെയുള്ളൂ. 1863 ആണോ? 53 അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? ബേസിക്കലി 1850 ഉള്ളൂ. ഇനി എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും 1850 വരെ റെയിൽവേ ഇട്ടില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, ഇനി കൺഫ്യൂഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഭയങ്കര നല്ലവരെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ എന്തായാലും നമുക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞ സാധനം ഗുഡും ബാഡും. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന സാധനത്തിന് ബ്രിട്ടീഷ് വന്നുകൊണ്ട് നമ്മൾ ഭയങ്കര അടിപൊളിയായെന്ന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, പറയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും റെയിൽവേ എന്ത് ചെയ്തിട്ടുണ്ടാവും, കട്ട് ചെയ്യാം. ഇനി അതല്ല പീരീഡ് നോക്കുവാണെങ്കിലും റെയിൽവേ 1850 അപ്പുറയാണ്. ഇനി ഏത് ഒഴിവാക്കും? രണ്ട് ഓപ്ഷൻ ഉണ്ട് അല്ലെ. ഏത് ഒഴിവാക്കും? എ ഒഴിവാക്കോ ബി ഒഴിവാക്കോ? ബി ഒഴിവാക്കും. അഗൈൻ ഇന്ത്യൻ മിഷനറീസ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻ ദ ലാർജ് നമ്പർ. അതായത് ബ്രിട്ടീഷ് അടിപൊളിയായിട്ട് ചെയ്തു എന്ന് വീണ്ടും പറയും. നമുക്ക് അറിയില്ല ശരിക്കും ബ്രിട്ടീഷ് എന്താ ചെയ്തതെന്ന്. പക്ഷെ ബ്രിട്ടീഷ് ഭയങ്കര അടിപൊളിയായി ലാർജ് നമ്പറിൽ കുറെ ഇൻഡസ്ട്രീസിലും മിഷനറിയും വെച്ചു എന്നാണ് പറയുന്നത്. അഗൈൻ ദിസ് വോണ്ട് ബി കമ്മിങ് ബിക്കോസ് അഗൈൻ ആസ് പെർ ദ കോൺസെപ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ വാട്ട് വി വിൽ ബി ലുക്കിംഗ് ബാഡ് ഇമ്പാക്ട് ആയിരിക്കും നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. പോസിറ്റീവ് ഇമ്പാക്ട് നമ്മൾ ഒരിക്കലും അതിനെപ്പറ്റി സംസാരിക്കില്ല. ഓക്കെ, അപ്പം മിഷനറീസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ലാർജ് ടെക്സ്റ്റൈൽ നമ്പർ ആണ് എന്നുള്ളത് തെറ്റായിരിക്കും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ നോക്കിക്കേ, ഇപ്പത്തെ ഇൻഡസ്ട്രീസ് നോക്കിയ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഇന്ത്യയിലെ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും എന്തില്ല, മിഷനറീസ് ഇല്ല. ഇപ്പോഴും എന്താണ്, നിങ്ങൾ പരസ്യം ഇത് കണ്ടിട്ടില്ലേ, നെയ്ത്തുകാരൊക്കെ വന്നിങ്ങനെ നെയ്ത്തിലും ചർക്കയിലും ഇങ്ങനെ നെയ്ത്ത് എഞ്ചിനിലൊക്കെയാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്. ലാർജ് നമ്പർ ഇൻഡസ്ട്രി മിഷനറി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്തേനെ, ഏറ്റവും അടിപൊളിയായേനെ അല്ലെ. നമ്മൾ നേരിടുന്ന ഇപ്പോഴും ട്രേഡ് വാറുമായി ബന്ധപ്പെട്ട് അഗെയിൻ ദിസ് തിങ് ഇൻ ന്യൂസ്. വൈ? ബിക്കോസ് നിങ്ങൾ ആലോചിച്ചാൽ മതി, ട്രേഡ് വാറുമായി ബന്ധപ്പെട്ട് എന്താണ് വിയറ്റ്നാമിനും ബംഗ്ലാദേശിനും ഇന്ത്യയെക്കാട്ടും അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം അവരുടെ ലാർജ് ഇൻഡസ്ട്രീസ് ആണ് അവരുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. നമ്മുടെ ക്ലസ്റ്റർ മോഡലാണ്. ഓരോ വീട്ടിന്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് ഓരോ വീടുകളിൽ. സോ ബേസിക് കറണ്ട് അഫേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് തെറ്റാന്ന് നിങ്ങൾക്ക് എന്തായാലും പറയാൻ പറ്റും. സോ ആൻസർ വിൽ ബി എ. ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഇമ്പാക്ട് ആണ് ചോദിക്കുന്നത്. ഇമ്പാക്ട് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. ഓക്കെ, ബട്ട് ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി നമ്മുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ബേസിക്കലി എന്ത് ചെയ്യും, ഇതിനകത്ത് നമ്മൾ എടുക്കുക ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് റൂയിൻഡ് ആയിരിക്കും. ഇതിനെ ഞാൻ നേരെ മാറ്റി ബ്രിട്ടീഷ് വ്യൂ പോയിന്റ് ആണ് എടുക്കുന്നത്. ഈ ഫസ്റ്റ് ഹാഫ് കൂടി മാറ്റുവാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് സിവിൽ സർവീസിലെ ആളുകൾ എടുക്കുക സി ആയിരിക്കും എടുക്കുക. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? പക്ഷെ ഇവിടെ ആൻസർ എന്തായിരിക്കും, എ ആയിരിക്കും ആൻസർ വരും. ഓക്കെ, ക്ലിയർ ആണോ? ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. അക്കോർഡിംഗ് ടു പോർച്ചുഗീസ് റൈറ്റർ നൂനിസ്, ദ വുമൺ ഇൻ വിജയനഗര empire were expert in which of the following area? ഒന്ന്, വിജയനഗര എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണം. വിജയനഗര ടൈം പീരീഡ് നിങ്ങൾ അറിയണം. വിജയനഗര എങ്ങനെയുണ്ടായിരുന്ന ഒരു കിങ്ഡം ആണ് എന്നുള്ളതുകൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത്രയും കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. വിജയനഗര എന്താണെന്ന് അറിയണം, എവിടെയാണെന്ന് അറിയണം അറ്റ്ലീസ്റ്റ്. അതിനകത്ത് അതെങ്ങനെയുള്ള ഒരു കിങ്ഡം, ഒരു ബേസിക് ക്യാരക്ടർ ഓഫ് വിജയനഗര എങ്ങനെയായിരുന്നു, പ്രോഗ്രസീവ് ആയിരുന്നോ, കൺസർവേറ്റീവ് ആയിരുന്നോ, ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരുന്നോ, ടെക്നോളജിക്കലി ഭയങ്കര പൂർ ആയിരുന്നോ എന്നുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വിച്ച് ഈസ് ബേസിക് മിനിമം നോളജ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ എലിമിനേറ്റ്, ഏതൊക്കെ ക്ലബ് ചെയ്യാം, എന്തായാലും ഉണ്ടാവും എന്ന് തോന്നുന്നത് എന്തൊക്കെയാണ്? എന്തായാലും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് തോന്നുന്നത്? ആസ്ട്രോളജി ഉണ്ടാവാം. ഓക്കെ, പിന്നെ 4 ഉണ്ടാവും, ശരിയാണ് അല്ലെ. സൂത്ത് സെയിങ് എന്തായാലും രാജാക്കന്മാർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. സൂത്ത് സെയിങ് ഭയങ്കര പതുക്കെ FM-ലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്ന പോലെ പറയുന്ന സാധനം. അപ്പൊ രാജാക്കന്മാർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഉണ്ടായിക്കോട്ടെ, നല്ലതാണ്. ഇനി അതാണ് അങ്ങനെ പേര് നല്ല നമുക്ക് രസമുണ്ട് കേൾക്കാൻ അല്ലെ. അതുണ്ടാവാം. പിന്നെ ഇത് രണ്ടും, ആസ്ട്രോളജി ഉണ്ടെങ്കിൽ അക്കൗണ്ടിങ് ഇരുന്ന് കണക്ക് കൂട്ടാവുന്നതല്ലേ ഉള്ളൂ. അതായത് ആസ്ട്രോളജി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ വിച്ച് ഈസ് എ സയൻസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ഉണ്ടായിക്കൂടെ?
ഒരു സ്ഥലത്തിരുന്ന് ബുക്കിൽ അക്കൗണ്ട് ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ടൊക്കെ ആരാണ് കൂടുതൽ സ്ത്രീകളൊക്കെ കുറെ ഇരിക്കുന്ന കാണാറില്ലേ? സോ അക്കൗണ്ടിങ്ങും ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ 2ഉം 3ഉം 4ഉം ഒന്നിച്ച് വരുന്ന സ്റ്റേറ്റ്മെന്റ് എടുത്താൽ പോരെ? 2ഉം 3ഉം 4ഉം ഒന്നിച്ച് വരുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് എവിടെയുള്ളത്? റെസ്ലിംഗ് മാത്രമായിരിക്കും നമുക്ക് സംശയം വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് അസ്ട്രോളജിയും സൂട്ട്സേയിങ്ങും ക്ലബ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അസ്ട്രോളജി ഉണ്ട് എന്ന് പറയുവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അക്കൗണ്ടിങ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും 2, 3, 4 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുക്കാം. 2, 3, 4 ആയിരിക്കും ആൻസർ വരുന്നത് അല്ലെ? അപ്പൊ ആ രീതിയിൽ ചെയ്യാം. ക്ലിയർ ആണോ? റെസ്ലിംഗ് ഡൗട്ട് ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ അക്കൗണ്ടിങ് ഒഴിവാക്കാൻ പറ്റും? 2ഉം 4ഉം മാത്രം എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം അസ്ട്രോളജി സയൻസ്. അപ്പൊ അക്കൗണ്ടിങ് ചെയ്തൂടെ? ക്ലിയർ ആയോ? തംസപ്പ് വരുമോ? ഓക്കെ ആണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. സ്വദേശി മൂവ്മെന്റിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വായിച്ചു നോക്കിക്കേ. നേരത്തെ ക്വസ്റ്റ്യൻ ഞാനാണ് വായിച്ചല്ലേ? എന്തൊക്കെ കാര്യം ആലോചിക്കണം? സ്വദേശി മൂവ്മെന്റ് എന്താണ്, അതിന്റെ ടൈം പീരീഡ് എന്താണ്, അല്ലെങ്കിൽ സ്വദേശി മൂവ്മെന്റിന്റെ മീനിങ് എന്താണ് എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് ചെയ്തു നോക്കുക. ഇതൊന്നും ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയില്ല, പക്ഷെ നമ്മൾ മാച്ച് ചെയ്ത് നോക്കുക. വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് തംസപ്പ് തരണേ. ഓക്കെ, ഒരാൾ വായിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ സ്വദേശി മൂവ്മെന്റിനെ പറ്റി പറയുന്നു. ഇതിനകത്ത് ആദ്യം എലിമിനേറ്റ് ചെയ്യാൻ പോകുന്ന ഏതാ നിങ്ങൾ? 1 എലിമിനേറ്റ് ചെയ്യുന്ന ഒരു തംസപ്പ് തന്നെ. ആരുമില്ല. എന്നാൽ സെക്കൻഡ് എലിമിനേറ്റ് ചെയ്യുന്ന ഒരു തംസപ്പ്. അത് അപ്പൊ രണ്ടും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു തംസപ്പ് വരുമോ? എന്തുകൊണ്ടാണ്? രണ്ടും സ്വദേശിയായിട്ട് മാച്ചിങ് ആണ് അല്ലെ? ഫസ്റ്റ് എന്താ പറയുന്നത്? ദ കോൺട്രിബ്യൂട്ടർ റിവൈവൽ ഓഫ് ദി ഇൻഡിജീനിയസ് ആർട്ടിസൻ ക്രാഫ്റ്റ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്നാ പറയുന്നത്. ഓട്ടോമാറ്റിക്കലി സ്വദേശി എന്ന് പറയുമ്പോൾ എന്താണ്? നാഷണൽ, നമ്മുടെ സ്വന്തം അല്ലെ? നാഷണലൈസേഷൻ ആണല്ലോ. സ്വന്തം സാധനം എന്ത് ചെയ്യുക, ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ അപ്പൊ ഇത് ശരിയായിട്ട് വരും. രണ്ടാം സ്റ്റേറ്റ്മെന്റ്, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് പാർട്ട് ഓഫ് സ്വദേശി മൂവ്മെന്റ്. സ്വാഭാവികമായിട്ടും നാഷണൽ കൗൺസിൽ എന്ന് പറയുമ്പോൾ നാഷണൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായിരിക്കും, സ്വദേശി ആയിരിക്കും. നാഷണൽ ജിം ഈസ് ഓപ്പൺഡ് ആസ് പാർട്ട് ഓഫ് സ്വദേശി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലോ? അതും ഉത്തരം ശരിയാണ്. കാരണം നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കിയാൽ മതി. അങ്ങനെ ജിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി എന്ത് ചെയ്താൽ മതി, ആ വേർഡും സ്വദേശിയുമായിട്ട് മാച്ചിങ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതുമായിട്ട് ആ ഒരു കോൺസെപ്റ്റുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളും നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാം. അറിയില്ല എന്നുണ്ടെങ്കിൽ ശരിയാക്കാം. അറിയുന്നവർ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ കൃത്യമായി സ്പെക്ട്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഇൻഫർമേഷൻ ഒന്നും അല്ല. ബട്ട് ഹവർ യു വോണ്ട് ബി ഏബിൾ ടു റിമെമ്പർ ഈച്ച് ആൻഡ് എവറി വേർഡ് ഇൻ സ്പെക്ട്രം. പക്ഷെ നിങ്ങൾ അതിന്റെ കോൺസെപ്റ്റ്, അതിന്റെ ഒരു ഫീച്ചർ എന്താണെന്ന് മാത്രം ആലോചിച്ച് വെക്കുക. ഓക്കെ, അങ്ങനെ ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. എഗെയിൻ ടൈം പീരീഡ് എന്താന്ന് നോക്കുക, ആ സാധനം എന്താന്ന് നോക്കുക, അതിന്റെ വേർഡിനെ പറ്റി ആലോചിക്കുക, എന്താണ് അതെന്ന് ആലോചിക്കുക. ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഓഡ് 1 ആണ്, അപ്പൊ ഒരെണ്ണം ഉത്തരം, 4 തെറ്റ്, 3 തെറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വേസ്റ്റ് സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് വരാം. ബെസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വിട്ട് എലിമിനേറ്റ് ചെയ്യരുത്, വേസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ച് എലിമിനേറ്റ് ചെയ്ത് വരാം. വായിച്ചു കഴിഞ്ഞാൽ തംസപ്പ് തരണം. എലിമിനേറ്റ് ചെയ്ത് തുടങ്ങുക, വായിച്ചു കഴിഞ്ഞാൽ എലിമിനേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, എല്ലാരും വായിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്തൊക്കെ മനസ്സിലാക്കാനുണ്ട്? ഒന്ന്, ഇത് ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുന്നു.
ഇപ്പൊ വിഷ്ടി എന്നുള്ളതാണ് ഫോഴ്സ്ഡ് ലേബറിന്റെ മീനിങ് എന്ന് പറയുന്നു. ഓക്കെ, അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഫോഴ്സ്ഡ് ലേബർ എന്ന് മനസ്സിലാവുന്നു. എന്താണ് ഫോഴ്സ്ഡ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം സമ്മതത്തോടെ ജോലി എടുക്കുന്നതല്ല, പണി എടുക്കടാന്ന് പറഞ്ഞിട്ട് എടുപ്പിക്കുന്നതാണ്. ഗുപ്ത പീരീഡ് ആണ്. അപ്പൊ നമുക്കറിയാം ഡിസ്ക്രിമിനേഷന്റെയും ഈ പറഞ്ഞ പോലെ സാൻസ്ക്രിറ്റൈസേഷൻ ഭയങ്കര കൂടുതലാണ്. അതേപോലെ തന്നെ കൺസർവേറ്റീവ് ആണ്, കാസ്റ്റിസ്റ്റ് ആണ്, ഫുള്ള് എന്താണ് ഒരു ഇക്വാലിറ്റി ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ബേസിക്കലി കുറച്ച് കൺസർവേറ്റീവ് കാലഘട്ടമാണ് ഗുപ്ത പീരീഡ് എന്ന് നമുക്കറിയാം. സോ നേച്ചർ ഒക്കെ നമുക്കറിയാം. ഇനി നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിക്കും. ഇതിനകത്ത് ഏറ്റവും വേസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏത്? ഏറ്റവും ആദ്യം നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എന്താ എലിമിനേറ്റ് ചെയ്യുന്നത്? ഏറ്റവും ആദ്യം എലിമിനേറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് ABCD ഏത് എലിമിനേറ്റ് ചെയ്യുക ഏറ്റവും ആദ്യം? B എലിമിനേറ്റ് ചെയ്യും. It was totally absent in മധ്യപ്രദേശ്, കത്തിവാർ റീജിയൻസ് ഓഫ് ഗുപ്ത എംപയർ. ടോട്ടലി ആബ്സെന്റ് എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലൊക്കെ ആബ്സെന്റ് ആണെന്നല്ല, ടോട്ടലി ആബ്സെന്റ് എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീം അല്ലേ? ഈ റീജിയനിലൊക്കെ ഗുപ്താന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള റീജിയനുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാം എന്തെങ്കിലും ഒരു രീതിയിൽ എന്തുണ്ടാവും, ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ്, ഏൻഷ്യന്റ് ഹിസ്റ്ററിയിൽ ഒരു സാധനം ഇല്ല എന്ന് വാദിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ചെക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? വാദിക്കണം ഇല്ലാന്ന്. പക്ഷെ ഉണ്ടെന്ന് വാദിക്കാനാണ് ഏറ്റവും ഈസി. കാരണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടെന്ന് കണ്ടെത്തിയാൽ മതി. ഇപ്പൊ മഹാരാഷ്ട്രയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ മധ്യപ്രദേശ് എന്ന് എഴുതിയ ആ സ്റ്റേറ്റ്മെന്റ് ശരിയായി. പക്ഷെ ഇല്ലാന്ന് വാദിക്കണമെങ്കിൽ ഒരു പഞ്ചായത്ത് വില്ലേജിൽ എല്ലായിടത്തും പോയി ഇല്ലാന്ന് ഞാൻ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. വിച്ച് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡു ഇൻ ഏൻഷ്യന്റ് ഹിസ്റ്ററി. സോ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ തെറ്റായിരിക്കും. ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞുള്ള ടെക്നിക്കാണ്. ഇപ്പൊ B എന്താണ്? ബേസിക്കലി എലിമിനേറ്റ് ചെയ്തു. പിന്നെ ഇനി ഏത് എലിമിനേറ്റ് ചെയ്യും? ഇനിയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട് അല്ലെ? ഏതാണ് എലിമിനേറ്റ് ചെയ്യുക? D എലിമിനേറ്റ് ചെയ്യാം. പിന്നെ C എലിമിനേറ്റ് ചെയ്യാം. A എലിമിനേറ്റ് ചെയ്യാം എന്ന് പറയുന്നു. ഓക്കെ, C എലിമിനേറ്റ് ചെയ്യാന്ന് പറയുന്നവരൊന്ന് തംസപ്പ് വരുമോ? കാരണം ഡീനെക്കാട്ടും ഏറ്റവും നല്ലോണം എലിമിനേറ്റ് ചെയ്യാൻ നല്ലത് C ആണ്. കാരണം എന്താണ്? ഫോഴ്സ്ഡ് ലേബർ ആണ്. എന്നിട്ട് പറയുന്നത് വീക്ക്ലി വേജസ് അല്ലെങ്കിൽ ഒരു വേജസ് കിട്ടും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രൂ അല്ലേ? ഫോർ എക്സാമ്പിൾ, ഒരു ആൾ പണിക്കെടുത്തിട്ട് എന്തെങ്കിലും ഒരു വേജസ്, ഇപ്പം എന്താണ് വേജസ് എന്ന് ഉദ്ദേശിക്കുന്നത്? കൈൻഡ് ആവാം, ക്യാഷ് ആവാം. ഓക്കെ, അപ്പൊ ഞാനൊരു സ്ഥലത്ത് ഫോഴ്സ് ലേബർ എടുത്തപ്പോൾ പണി കഴിഞ്ഞപ്പം എനിക്ക് 1 കിലോ അരി തന്നു വിടുന്നു. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ വേജസ്. പക്ഷെ പ്രശ്നം ഇവിടെ എന്താണ്? എൻടൈറ്റിൽഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആയി മാറിയില്ലേ? ഫോഴ്സ് ലേബറിന് റൈറ്റ് ഉണ്ടാവുമോ? എൻടൈറ്റിൽഡ് ടു വീക്ക്ലി വേജസ്. അതായത് അയാളുടെ അവകാശമാണ് എന്ത് ചെയ്യുന്നത്? വീക്ക്ലി വേജസ് കിട്ടുക എന്ന് പറയുന്നത്. വേജസ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല. പക്ഷെ എൻടൈറ്റിൽഡ് എന്ന് പറയുന്നത് അയാളുടെ അവകാശമായി മാറി. എൻടൈറ്റിൽമെന്റ് അല്ലെ? നമ്മൾ എന്താണ് ഒരാൾക്ക് അവകാശമായി കൊടുത്തു. ആ വേർഡ് ശ്രദ്ധിച്ചു, വേർഡിങ്സ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എൻടൈറ്റിൽഡ് എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റേറ്റ്മെന്റിനെ കംപ്ലീറ്റ്ലി എടുത്തു കളഞ്ഞു. എനിക്കൊരു സംശയത്തില്ല. ഇനി അതല്ലെങ്കിലും വീക്ക്ലി വേജസ് എന്ന് പറയുമ്പോൾ എല്ലാ വീക്കും കൊടുക്കണം. അതിനെ ഞാൻ എന്ത് ചെയ്യും? വീക്ക്ലി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഒഴിവാക്കി കളയും. ഇനി വെറുതെ വേജസ് ഉണ്ടെങ്കിൽ എനിക്കൊരു സംശയം വന്നേനെ, ഞാൻ അവിടെ കുറച്ചുകൂടി നേരം ചിലപ്പോൾ അവിടെ വെച്ചേനെ. പക്ഷെ ഇവിടെ എൻടൈറ്റിൽഡ് ചിലപ്പം അതേപോലെ തന്നെ വീക്ക്ലിയും എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും C എലിമിനേറ്റ് ചെയ്തു. ഇനി A ഉണ്ട്, D ഉണ്ട്, 50-50. A എലിമിനേറ്റ് ചെയ്യുന്ന പറയുന്നവരൊന്ന് തംസപ്പ് വന്നേ. സ്റ്റേറ്റ്മെന്റ് A. മേഘ. D ആണ് ആൻസർ എന്ന് മേഘ പറയാനുള്ള റീസൺ എന്ന് പറയാമോ? A എലിമിനേറ്റ് ചെയ്യുമ്പോൾ D ആണ് ആൻസർ. 2 സ്റ്റേറ്റ്മെന്റ് നമുക്കുണ്ട്. D ആണ് ആൻസർ എന്ന് പറയുന്നു പറഞ്ഞേ. സാർ ഓൾറെഡി ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ തന്നെ പറയുന്നുണ്ട് എ സോർട്ട് ഓഫ് ടാക്സ് പെയ്ഡ് ബൈ പീപ്പിൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ടാക്സ് ആവില്ലല്ലോ. അറിയില്ല, നോക്കാം നമുക്ക്. പക്ഷെ D എന്താണുള്ള ആൻസർ എന്ന് പറഞ്ഞേ, അതിനൊരു വാദം പറഞ്ഞു. D ആണെന്ന് തോന്നാൻ സ്റ്റേറ്റ്മെന്റ് എയിൽ അങ്ങനെ ഒരു ടാക്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. D എന്തുകൊണ്ട് ശരിയാവുന്നു എന്നൊന്ന് പറയോ? അങ്ങനെ ചോദിച്ചാൽ എ അത്ര ഇതായി ഞാൻ ആ പറഞ്ഞ റീസൺ കൊണ്ടത് റോങ് ആണ്. സോ D ആവാനാണ് ചാൻസസ്. ഓക്കെ, അങ്ങനെ. ഓക്കെ, നിങ്ങൾ Dയിലേക്ക് ഒന്ന് നോക്കിക്കേ. ആരുടെ സണ്ണിനെയാണ് ഫോഴ്സ് ലേബർ ആക്കുന്നത്? ലേബറിന്റെ സണ്ണിനെയാണ് ഫോഴ്സ് ലേബർ ആക്കുന്നത്. ഫോഴ്സ് ലേബറിന്റെ എല്ലാ മക്കളും ഫോഴ്സ് ലേബർ ആയിരിക്കോ? കാസ്റ്റ് സിസ്റ്റം ആണ്, ഗുപ്ത എംപയർ ആണ്, കാസ്റ്റ് സിസ്റ്റം ഭയങ്കര സ്ട്രോങ് ആണ്. അൺടച്ചബിളിന്റെ മകൻ, എല്ലാ മക്കളും അൺടച്ചബിൾ ആയിരിക്കോ? ഒരു മകൻ മാത്രമായിരിക്കും അൺടച്ചബിൾ ആയിരിക്കുക? എല്ലാ മക്കളും അൺടച്ചബിൾ ആയിരിക്കില്ലേ? ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് എൽഡസ്റ്റ് സണ്ണിനെ മാത്രം അൺടച്ചബിൾ ആക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ലേബർ ആക്കുന്നു? ബേസിക്കലി അൺടച്ചബിൾ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ലേബർ അൺടച്ചബിൾസ് ആയിരിക്കും. അപ്പൊ എന്തിനാ അങ്ങനെ ആക്കുമോ? ഒന്നും ആക്കില്ല.
2 എൽഡസ്റ്റ് സൺ ഓഫ് ലേബർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഫോഴ്സ് ലേബർ ആവുന്നു എന്നാണ് പറയുന്നത് ഇതിനകത്ത്. സെൻഡ് ആസ് എ ഫോഴ്സ് ലേബർ. ബാക്കിയുള്ള മക്കളെ ഒന്നും ഫോഴ്സ് ലേബർ ആക്കില്ല. ഒരിക്കലും അങ്ങനെ ഒരു സാധനം ചെയ്യോ? ചെയ്യില്ല. 2 എൽഡസ്റ്റ് ഡോട്ടർ ആണെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പൊ ആ കുടുംബത്തിൽ ആർക്കും ആ മക്കളെ കൊന്നു കളഞ്ഞാൽ പോരെ? ഫോഴ്സ് ലേബർ ആണ്. ആരാണെങ്കിലും എന്തായിരിക്കും? ഫോഴ്സ് ലേബർ ആയിരിക്കും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആയിരിക്കും. സോ ഇറ്റ്സ് കൺസിഡേർഡ്. ഇപ്പം മറ്റൊരു ടാക്സ് ആണോ അല്ലയോ നമുക്കറിയില്ല, പക്ഷെ നമ്മൾ അവിടെ നോക്കേണ്ടത് എന്താ വെച്ചാൽ ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദ സ്റ്റേറ്റ്. കാരണം ലേബറിന്റെ വന്ന് പണിയെടുക്കുന്നതിനെ വിഷ്ടി എന്ന് പറയുന്നത്, ഇനി ഞാൻ ഇത് വെറുതെ ഒന്ന് NCERT ഞാൻ കാണാം. എന്തുകൊണ്ട് NCERT വായിക്കണം എന്ന് പറഞ്ഞാൽ, ഇഫ് യു ലുക്ക് അറ്റ് NCERT, വിഷ്ടി എന്ന് പറയുന്ന വേർഡ് NCERT ഉണ്ട്. ആ വേർഡിൽ NCERT പറയുന്നത് തന്നെ വിഷ്ടി ഈസ് എ ഫോം ഓഫ് ടാക്സ് എന്നാ പറയുന്നത്. ലേബർ എന്തെങ്കിലും ലോവർ കാസ്റ്റിൽ അൺടച്ചബിൾസും ട്രൈബൽസ് ഒക്കെ അവരുടെ വർക്കിനെയാണ് അവർ ടാക്സ് ആയിട്ട് കണക്കാക്കുന്നത്. കാരണം ഇവരിൽ പൈസ ഇല്ല. സോ ഈവൻ ലോവർ കാസ്റ്റ് ഈസ് ടാക്സ്ഡ് ആസ് എ ലേബർ എന്നുള്ളതാണ് ആ സമയത്തുള്ള ഫോറിനേഴ്സിന്റെ റെക്കോർഡിലൊക്കെ NCERT കൊടുത്തിട്ടുള്ളത്. അത് ഫാക്ച്വൽ ഇൻഫർമേഷൻ, അത് മാറ്റി വെക്കുക. അത് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. ഇനി അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കാരണം ഗുപ്ത പീരീഡ് ആയതുകൊണ്ടും ഈ ഒരു പീരീഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോവർ കാസ്റ്റിന്റെ കൺസിഡർ ആസ് എ ടാക്സ് സോഴ്സ് ഓഫ് ഇൻകം, അവർ പണിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്താണ്? ബേസിക്കലി ഗവൺമെന്റിന്റെ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അത് അറിയേണ്ട കാര്യമില്ല. ഇത് 3 എന്താണ്? ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. 3നെ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ക്ലിയർ അല്ലേ? എഗെയിൻ ടൈം ലൈൻ ആലോചിക്കുക, ഓരോ വേർഡുകളും കൃത്യമായിട്ട് ആലോചിക്കുക, എന്ന റീസൺസ് കണ്ടെത്തുക. എന്തിനാണ് ഓരോരുത്തരും നിങ്ങൾ എലിമിനേറ്റ് ചെയ്തത്? ടൈം ലൈൻ ആലോചിക്കുക. വായിച്ചു കഴിഞ്ഞൊരു തംസപ്പ് തരാം. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ പറയുന്നത്, who among the following rulers advised the subject through this inscription? എന്നിട്ട് താഴെ എഴുതിയിരിക്കുന്നത്, whoever praises his religious sect or blames other sect out of excessive devotion to his own sect with the view of glorifying his own sect, he rather injures his own sect very severely. ഇന്ന് ഭയങ്കര വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണിത്. ഓക്കെ. ഇനി ബേസിക്കലി പറയുന്നത്, സ്വന്തം സെക്ടിനോടുള്ള വളരെ താല്പര്യം കൊണ്ട് നമ്മളെ സെക്ടിനെ മാത്രം ഗ്ലോറിഫൈ ചെയ്യുന്നത് എന്താണ്? കൈൻഡ് ഓഫ് എ ഹേർട്ടിങ് അതർ സെക്ട് തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ടൈം ലൈൻ വെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ കുറെ ആൻസർ, പക്ഷെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് പഠിക്കുക. എന്തൊക്കെ ഫാക്ടേഴ്സ് കൊണ്ട്, എന്തൊക്കെ ഫാക്ടേഴ്സ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നു? നിങ്ങൾ ആൻസറിലേക്ക് വരേണ്ട, എന്തൊക്കെ ഫാക്ടർ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലായി എന്നുള്ളത് നിങ്ങളൊന്ന് പറ. എന്തൊക്കെ കാര്യങ്ങൾ, വാട്ട് എവർ തിങ്സ് യു വിൽ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ. ക്വസ്റ്റ്യൻ വായിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കൺസിഡറേഷനിൽ എടുക്കുന്നത്? റിലീജിയസ് ടോളറൻസിനെ പറ്റി പറയുന്നു. ഓക്കെ, റിലീജിയസ് ടോളറൻസിനെ പറ്റി പറയുന്ന ആരാന്നുള്ളത് വേണേ നോക്കാം. പിന്നെ ഗൗതം പറയുന്നു ഇൻസ്ക്രിപ്ഷൻ, മായ പറയുന്നു ഇൻസ്ക്രിപ്ഷൻ. വെരി ഗുഡ്. വൈ ഇൻസ്ക്രിപ്ഷൻ? പേഴ്സന്റെ ക്യാരക്ടർ നോക്കാം. യെസ്, നേരത്തെ നമ്മൾ പറഞ്ഞു ഒരാളുടെ പേഴ്സന്റെ ക്യാരക്ടർ, അതും നല്ലതാണ്. പേഴ്സൺ ക്യാരക്ടർ നോക്കാം. ഇത്ര ആളുകളുണ്ട്, ഇവിടെ ക്യാരക്ടർ എന്താ നോക്കാം. ഓക്കെ, ഫൈൻ. ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയാൻ കാരണം എന്താ? ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വേർഡ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് കുറെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. മായ, ഇൻസ്ക്രിപ്ഷൻ എന്താണെന്ന് പറയോ? അത് ഞാൻ നോട്ട് ചെയ്തിട്ട് ഇപ്പൊ ഗിഫ്റ്റ് കൊണ്ടുവന്നത് അശോകൻ, ഫീഡിക്സിലൂടെ മെസ്സേജ് കൺവേ ചെയ്ത അശോകനല്ലേ, അപ്പൊ അശോകൻ ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നോട്ട് ചെയ്തത്. ഓക്കെ, ഇൻസ്ക്രിപ്ഷൻ കൂടുതൽ നമുക്ക് അശോകന്റെ ഇൻസ്ക്രിപ്ഷൻ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അശോകൻ ആയിരിക്കാനുള്ള ഒരു ചാൻസ് അവിടെ നിന്ന് തന്നെ വരുന്നു അല്ലെ? ഒരു സാധനമുണ്ട്.
നിങ്ങൾ ഈ കൃഷ്ണദേവരായ, ഹർഷവർദ്ധന എന്നുള്ള ആളുകളൊക്കെ നോക്കി നോക്കിയേ. ഇവർ രണ്ടുപേരും ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, ഒരാൾ ഇൻസ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ ഏത് സമയത്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഇത് നിങ്ങൾക്ക് ഓൾറെഡി അല്ലാതെ തന്നെ ഉത്തരം കിട്ടി, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി നിങ്ങൾ പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇൻസ്ക്രിപ്ഷൻ അശോക, അതുകൊണ്ട് നമുക്ക് ഇൻസ്ക്രിപ്ഷനിൽ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഇൻസ്ക്രിപ്ഷൻ എപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത് ഏത് കാലഘട്ടത്തിലായിരിക്കും? എന്നാണ് നിങ്ങൾ ഇൻസ്ക്രിപ്ഷൻ കണ്ടിട്ടുള്ളത്? ബ്രിട്ടീഷ് ഇൻസ്ക്രിപ്ഷൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇൻസ്ക്രിപ്ഷൻസ് ചെയ്യുന്നത് എന്തായിരിക്കും? എഴുത്ത്, അല്ലെ? ബുക്കായിട്ട് ഇൻസ്ക്രിപ്ഷൻ തന്നെ ചെയ്യുന്നത് നമ്മുടെ രാജാക്കന്മാർ പണ്ട് ഞാനിവിടെ ഭരിച്ചിരുന്നു എന്നുള്ള 4 ആളെ അറിയിക്കണം മരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ പല ആളുകളിലേക്ക് എത്തിക്കണം. അതേപോലെ തന്നെ 4 ആൾ അറിയാൻ വേണം. ഒരു റെക്കോർഡിക്കൽ അല്ലേ, ഹിസ്റ്റോറിക്കൽ റെക്കോർഡിക്കലൂടെയല്ലേ ബേസിക്കലി പറയുന്നത്. അപ്പൊ എഴുത്ത് പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഇൻസ്ക്രിപ്ഷൻ അത്ര നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ സിയും ഡിയും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്കറിയാം ഇൻസ്ക്രിപ്ഷൻ എന്താണ്, ഇതെന്താണ്? റിലീജിയസ് ടോളറൻസ് ആണ്. ധമ്മ പ്രിൻസിപ്പിള്, ടോളറൻസ് കാര്യങ്ങളൊക്കെ പറയുന്ന ആരാണ്? അശോകനാണ്. ടൈം പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്ക്രിപ്ഷനിലും അശോകനെ കാണാൻ പറ്റും, അതേപോലെ ടോളറൻസിലും അശോകനെ കാണാൻ പറ്റും, പേഴ്സണാലിറ്റിയിൽ അശോകനെ കാണാൻ പറ്റും. എല്ലാം നിങ്ങൾ പറഞ്ഞ കോൺസെപ്റ്റിലൊക്കെ നിങ്ങൾക്ക് ഒരാളെ കാണാൻ പറ്റുള്ളൂ, വിച്ച് ഈസ് അശോകൻ. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആൻസറിലേക്ക് പ്ലസ് ഇൻസ്ക്രിപ്ഷൻ കൂടി ഉണ്ട്. ക്ലിയർ? ഇതൊന്ന് വായിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. വായിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയേ, പ്രോപ്പർ ആയിട്ടൊന്ന് വായിച്ചു നോക്കിക്കേ. ഫ്രം ദ ഡിക്ലൈൻ ഓഫ്, വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് തംസപ്പ് വരൂ. ഏത് മെത്തേഡ് അതിനകത്ത് യൂസ് ചെയ്യണ്ടേ? ഇതിനാർക്കെങ്കിലും ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയിട്ടും തംസപ്പ് വരുമോ? ആരുമില്ല. കാണുമ്പോൾ നമുക്ക് പേടി തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഏൻഷ്യന്റ് ഹിസ്റ്ററി ആണ്. ബേസിക് നോളജ് നിങ്ങൾക്ക് വേണം, മിനിമം നോളജ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് വേണം. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, മിനിമം നോളജ് വേണം. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, വളരെ ഡിഫിക്കൽട്ട് ആണ് ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ മിനിമം നോളജ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനും പറ്റും. ഇതിനകത്ത് 2 കാര്യമാണ്. നമുക്ക് ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടത്, ടൈം പീരീഡ് ആണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ടൈം ലൈൻ ആണ് ഇതിനകത്ത് വേണ്ടത്, അല്ലെ? ഒരു സ്ഥലത്ത് തുടങ്ങി ഒരു സ്ഥലത്ത് അവസാനിക്കുന്നതിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. ഫ്രം ദ ഡിക്ലൈൻ ഓഫ് ഗുപ്ത, സോ തുടക്കം ഗുപ്തയാണ്. ഓക്കെ, അണ്ടിൽ ദ റൈസ് ഓഫ് ഹർഷവർദ്ധന, ഹർഷവർദ്ധന തുടക്കം. ഇപ്പൊ എൻഡ് ഓഫ് ഗുപ്തയും സ്റ്റാർട്ടിങ് ഓഫ് ഹർഷവർദ്ധനയാണ് നമുക്ക് അറിയേണ്ടത്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഒരു കിങ്ഡം തുടങ്ങുമ്പോഴാണോ അത് സ്പ്ലിറ്റ് ആയി പോവുക, അവസാനിക്കുമ്പോഴാണോ അത് സ്പ്ലിറ്റ് ആയി പോവുക? ഒരു കിങ്ഡം തുടങ്ങുമ്പോഴാണോ അത് സ്പ്ലിറ്റ് ആയി പോവുക, അവസാനിക്കുമ്പോഴാണോ സ്പ്ലിറ്റ് ആയി പോവുക? ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെന്ന് പറയുന്നവരൊന്ന് സംശയം വന്നേ. അതെ, അവസാനിക്കണോ? ഒരിക്കലും ഒരു കിങ്ഡം തുടങ്ങുമ്പോൾ സ്പ്ലിറ്റ് ആവില്ല. കാരണം ആ കിങ്ഡം തുടങ്ങുന്ന ഒരാൾ ഒരു ഫൗണ്ടറാണ്. സോ ഇറ്റ്സ് എ സ്മോൾ ഏരിയ ഓർ ലാർജ് ഏരിയ. ഇഫ് യു ലുക്ക് അറ്റ് ബാബർ, ചെറിയ ഏരിയ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ എക്സ്പാൻഡ് ചെയ്യുന്നു. പക്ഷെ ഒരു ഡിക്ലൈൻ വന്നു കഴിഞ്ഞപ്പം നിസാമുദ്ദീൻ, മറ്റേ ഹൈദരാബാദ് വേറെ, മറ്റേ ഈ മേലെയുള്ള ഒരു സ്ഥലം അത് വേറെ, ബംഗാൾ വേറെ, ഓക്കെ, എല്ലാം എന്ത് ചെയ്യുന്നു, മഗധ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, മഗധ ഇല്ലല്ലോ, അവധ്, ഇങ്ങനെ ഒരു സ്ഥലമായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. ഓക്കെ, സോ ഏത് കിങ്ഡവും തുടങ്ങുമ്പം സ്പ്ലിറ്റ് ആവില്ല, അവസാനിക്കുമ്പോൾ മാത്രമേ ഒരു കിങ്ഡം സ്പ്ലിറ്റ് ആവുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗുപ്ത ഓഫ് മഗധ ഗുപ്തയുടെ ഡിക്ലൈന് ശേഷം വന്നതായിരിക്കോ തുടക്കം വന്നതായിരിക്കും? ഇതിനകത്ത് മഗധ എന്ന് പറയുന്ന ഒരു പേര് നമുക്ക് ബേസിക്കലി ഗുപ്ത എന്ന് പറയുന്ന സാധനം, അല്ലെ? ഗുപ്ത എന്നതിന്റെ മഗധ എന്ന്, ഗുപ്ത ഓഫ് മഗധ എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണ് മഗധ കാണുന്നത്.
നമ്മൾ പറഞ്ഞു ഒരു സാധനം ഒരു കിണ്ടവും തുടക്കത്തിൽ സ്പ്ലിറ്റ് ആവില്ല, അവസാനത്തോടനുസരിച്ചാണ് സ്പ്ലിറ്റ് ആയി വരുന്ന അതിന്റെ ഒരു ഫീച്ചറാണ്. അതായത് പവർ എന്താണ്, സെൻട്രൽ പവർ വീക്ക് ആവുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ബേസിക്കലി എന്ത് ചെയ്യുക, ഒരു സാധനം സ്പ്ലിറ്റ് ആവുക. സ്വാഭാവികമായിട്ടും ഇതാ എന്തായിരിക്കും, ഗുപ്തയുടെ ശേഷം വന്നുള്ള സാധനമായിരിക്കും. എന്തായാലും ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആയിരിക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഈ ഒറ്റ കോൺസെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഗുപ്ത എന്നുള്ള പേര് അതിനകത്തുണ്ട്, ഗുപ്ത മഗധയിലുള്ള ഗുപ്ത എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഓപ്ഷൻ 1 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കുമല്ലോ. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ആരുള്ള പരമരസ ഓഫ് മാൽവ അറിയോ? ആരെങ്കിലും അറിയാൻ തംസപ്പ് തരുമോ? ഇല്ല, അറിയില്ല. പുഷ്യഭൂതീസ് ഓഫ് തനസർ ആർക്കും അറിയില്ല, ഒരാൾക്കറിയാം അല്ലെ? പുഷ്യഭൂതീസ് ആരുടെ കിണ്ടോ? പുഷ്യഭൂതീസ് എന്ന് പറയുന്ന ആരുടെ ഇതാണ്? ഹർഷവർദ്ധന. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, പുഷ്യഭൂതീസ് എന്ന് പറയുന്ന ഹർഷവർദ്ധനുമായി പറയുന്ന പേരുമാണ്. പുഷ്യഭൂതീസ് എന്ന് പറയുന്ന ഹർഷവർദ്ധന. അപ്പൊ ഒരു തുടക്കത്തിൽ ഗുപ്ത ഓഫ് മഗധ ഉണ്ടെന്ന് മനസ്സിലായി, ഒരെൻഡിൽ പുഷ്യഭൂതീസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി അടുത്തതിലേക്ക് പോവാണേ. മൗക്കാരീസ് ഓഫ് കനൂജ് എന്താന്ന് നിങ്ങൾക്ക് അറിയോ? അറിയുന്ന ആരെങ്കിലും? വേറെ ഒന്നും നോക്കണ്ട, ഫാക്ച്വൽ നിങ്ങൾക്ക് അറിയില്ലോ എന്ന് മാത്രമേ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് കേട്ടോ. മൗക്കാരീസ് ഓഫ് കനൂജ് അറിയില്ല. യാദവാസ് ഓഫ് ദേവഗിരി, ഈ യാദവാസ് എവിടെയാന്ന് എനിക്കറിയാം. ഓ, നന്ദനയ്ക്ക് അറിയാം, ഭയങ്കര നല്ല കാര്യം, വേറെ കുഴപ്പമൊന്നുമില്ല, അറിയണ്ട, കിടന്നോട്ടെ. മൈത്രഗാസ് ഓഫ് വല്ലഭി ഏതാ സ്ഥലം നിങ്ങൾക്ക് അറിയായിരിക്കും. ദേവഗിരി നിങ്ങൾക്ക് സ്ഥലം അറിയായിരിക്കും അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, കൊള്ളാലോ. ഇനി നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പല്ലേ, ഗുപ്ത എന്തായാലും പിരിയണം, സ്റ്റേറ്റ്മെന്റ് 1 ഉണ്ടാവണം. പുഷ്യഭൂതീസ് എന്ന് പറയുന്ന ഹർഷവർദ്ധനന്റെ അല്ലെ, ഹർഷന്റെ ഇതാണ് ബേസിക്കലി, അതും ഉണ്ടാവണം. 1ഉം 3ഉം ഉള്ള സ്റ്റേറ്റ്മെന്റ് എടുത്താൽ പോരെ? 1ഉം 3ഉം ഒന്നിച്ച് വരുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ആൻസർ എടുത്താൽ മതി. 1ഉം 3ഉം ഒന്നിച്ച് വരുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ? പി എ ഉള്ളൂ. അതായത് 4ഉം 6ഉം ഇതിന്റെ ഇടയിൽ ഉണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല. പക്ഷെ 1ഉം 3ഉം എന്തായാലും ഇതിനകത്ത് ഉണ്ടാവണം. ബിക്കോസ് രണ്ടും എന്താണ്, ഹർഷന്റെ സാധനം എന്ത് ചെയ്യുന്നുണ്ട്, പുഷ്യഭൂതീസ് ആണ് എന്നുള്ളതാണ് നിങ്ങൾ ബേസിക് ഇതിനകത്ത് അറിയേണ്ടത്. കാരണം ഹർഷവർദ്ധന ഈസ് വെരി മേജർ ഇമ്പോർട്ടന്റ് ആളാണ് ഏൻഷ്യന്റ് ഹിസ്റ്ററിയിൽ. ഗുപ്താസും ഇമ്പോർട്ടന്റ് ആളാണ്. ഇനി ഗുപ്താസിന്റെ മഗധ ഓഫ് ഗുപ്ത അറിയണം നിങ്ങൾക്ക് ഇല്ല, പക്ഷെ നിങ്ങൾ ആ കോൺസെപ്റ്റ് ഓർത്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം പേടിക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിൽ റിലേറ്റബിലിറ്റി ഉള്ള ഇൻഫർമേഷൻസ് എടുക്കുക, ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി കളയാം. ഇതിനകത്ത് നിങ്ങൾക്ക് രണ്ടുപേരെ അറിയാം, ഗുപ്താസും ഹർഷവർദ്ധനെ അറിയാം. ഇതിൽ റിലേറ്റബിൾ ആയുള്ള ഇൻഫർമേഷൻ മൊത്തം എടുക്കുക, അതിൽ നിന്ന് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക് ഇൻഫർമേഷൻ വെച്ച് മാത്രം സോൾവ് ചെയ്യുക. എന്തായാലും UPSC ഇത്രയും സാധനം അറിയാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒന്നുകൂടി ഒന്ന് റിസർച്ച് ചെയ്തൂടെ? മീൻസ് പുഷ്യഭൂതീസ് എന്താണെന്ന് അറിയണം, അത് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തേക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് പഠിക്കാന്നുള്ളത് ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ. കാണുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഉള്ളിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിക്കേ. വിത്ത് റെഫറൻസ് ടു പീരീഡ് ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി ഇൻ ഏൻഷ്യൻ, സോറി ഞാൻ വായിക്കുവാണെങ്കിൽ ഒരു തംസപ്പ് തന്നെ കേട്ടോ. നമ്മളിങ്ങനെ പറയുന്ന ഇടയിൽ ക്വസ്റ്റ്യനിൽ പറയുന്ന ടെക്നിക്സ് ഒക്കെ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കണം കേട്ടോ. കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ മറന്നു. അപ്പൊ നിങ്ങൾ ഇടയ്ക്ക് ഇതൊന്ന് റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറന്നു. പല സ്ഥലത്തും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പെട്ടെന്ന് ഓർമ്മയില്ല. നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നില്ലല്ലോ, ഓർമ്മ വരാൻ വേണ്ടിയിട്ട് എന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ, നാളെ നമ്മൾ മറന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും റിവിഷൻ ചെയ്യാതെ ഇത് ഒരിക്കലും ഒരു സാധനം നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളത് ചെയ്യുമ്പം നിങ്ങൾ ഉള്ളിലേക്ക് തന്നെ വരുന്നവരെ നിങ്ങളിത് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. ഓക്കെ, സോ വിത്ത് റെഫറൻസ് ടു ഗുപ്ത പീരീഡ് ഡൈനാസ്റ്റി in ancient India, the towns Gandashala, Kadura, Chaul were well known as എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വെൽ നോൺ ആസ് ഏതൊക്കെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യും? ഗുപ്ത ഡൈനാസ്റ്റിയാന്ന് നമുക്ക് മനസ്സിലായി, കുറെ സ്ഥലങ്ങളുടെ പേരുണ്ട്, ടൗൺ ആണെന്ന് മനസ്സിലായി. ഡി എന്തിനാ എലിമിനേറ്റ് ചെയ്തത്? വെരി ഗുഡ്, ഡി ക്യാൻ ബി എലിമിനേറ്റഡ് ഫസ്റ്റ്. റീസൺസ്
ബിയും സി ഒക്കെ എലിമിനേറ്റ് ചെയ്യാം. പക്ഷെ ഡി എന്തിനാ പറഞ്ഞതെന്ന് പറയോ? നന്ദ. ഓക്കെ, അല്ല എനിക്കത് അങ്ങനെ തോന്നിയില്ല സർ. പിൽഗ്രിംസ് എന്താണ് ഞാൻ വിചാരിച്ചു എന്തോ തോന്നിയില്ല. വലിയ. ഓക്കെ ഫൈൻ. ഓക്കെ, റീസൺ ഒന്നുമില്ല. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നു. ഇമ്പോർട്ടന്റ് ആകുമ്പോൾ നമ്മൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള പറയുന്നു. ബുദ്ധിസ്റ്റ് പിൽഗ്രിമേജ് ആണെന്ന് പറയുന്നു. ഗുപ്ത ഡൈനാസ്റ്റിന്റെ അണ്ടറിൽ ബുദ്ധിസ്റ്റ് പിൽഗ്രിമേജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യോ ഇല്ലയോ? ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാം. അതിലുപരി ഗുപ്ത ഡൈനാസ്റ്റിന്റെ ഉള്ളിൽ ഒരു ബുദ്ധിസ്റ്റ് സൈറ്റ്, പിൽഗ്രിമേജ് സൈറ്റ് അടിപൊളി എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുമോ? കാരണം അതെന്താണ്? ബേസിക്കലി സാൻസ്ക്രിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കിങ്ഡമാണ്. ബേസിക്കലി എന്ത് ചെയ്യില്ല, കാസ്റ്റിനൊക്കെ എതിരായുള്ള ബുദ്ധിസ്റ്റ് കിങ്ഡത്തൊക്കെ അടിപൊളിയായിട്ട് കൊണ്ട് നടക്കേണ്ട കാര്യം അവർക്കില്ല. ഇപ്പോട്ടെ ഇമ്പോർട്ടന്റ് ബുദ്ധിസ്റ്റ് പിൽഗ്രിമേജ് സൈറ്റ് ആണെങ്കിൽ നമുക്ക് അറിയുകയും ചെയ്യാം. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ എന്തായാലും നമ്മൾ ബുദ്ധിസ്റ്റ് സൈറ്റുകളാണെങ്കിൽ നമ്മൾ ബേസിക് ആയി പഠിച്ചവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. കാരണം ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ബേസിക് നോളജ് ഇച്ചിരി ആവശ്യമാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലെല്ലാം. ഇനി ബി എന്തിനെ ഒഴിവാക്കിയ? ക്യാപിറ്റൽ ഓഫ് പവർഫുൾ കിങ്ഡംസ്. പവർഫുൾ കിങ്ഡംസ് ഏതൊക്കെയായിരുന്നു? ക്യാപിറ്റൽ ഓഫ് പവർഫുൾ കിങ്ഡം. പവർഫുൾ കിങ്ഡംസ് ഒന്ന് ഒരു ഡൈനാസ്റ്റിന്റെ അണ്ടറിലാണ് പറയുന്നത്. അതിന്റെ അണ്ടറിൽ ക്യാപിറ്റൽ ഇതാണ് പറയുന്നത്. എല്ലാത്തിന്റെയും ക്യാപിറ്റൽ നമുക്ക് അറിയായിരിക്കും അല്ലെ? ഇപ്പൊ മഗധ ക്യാപിറ്റലാണ് നമുക്കറിയാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ബേസിക്കലി എല്ലാ ഗുപ്ത, ഓക്കെ, വിജയനഗര, മഗധ, ചോള, അല്ലെ, ഇങ്ങനെയുള്ള എല്ലാ ബേസിക്കലി ഇങ്ങനെയുള്ള പവർഫുൾ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും അല്ലെങ്കിൽ കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് പഠിച്ചത്. ഇത്രയും സ്ഥലം ഉണ്ടായിട്ടും അത് പവർഫുൾ കിങ്ഡം. അപ്പൊ പവർഫുൾ കിങ്ഡംസ് നമുക്കറിയാം. മൗര്യൻസ് ഉണ്ട്, ഗുപ്താസ് ഉണ്ട്, അല്ലെ? പോസ്റ്റ് ഗുപ്താസില് പവർഫുൾ കിങ്ഡംസ് കുറവാണ്, പക്ഷെ ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് മനസ്സിലാവും എന്താണ് പവർഫുൾ കിങ്ഡം ആണ് നമ്മൾ അറിഞ്ഞത്. പ്ലേസസ് ഓഫ് എസ്റ്റിക്യൂസ് സ്റ്റോൺസ് ആൻഡ് ആർക്കിടെക്ചർ. ഇതും വളരെ റെലവെന്റ് ആയിട്ടാണ് പറയുന്നത്. എയില് സിയിലേക്ക് നിങ്ങൾക്ക് എന്താ ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്താം. പക്ഷെ നമ്മൾ അധികം കേൾക്കാത്ത ഒരു സാധനം എന്തായിരിക്കും? ഇറ്റ് ഈസ് നോട്ട് വെരി ഇമ്പോർട്ടന്റ് ആണെന്ന്. ബാക്കി മൂന്നെണ്ണത്തിലും പറയുന്നത് ഇറ്റ് ഈസ് വെരി പോപ്പുലർ എന്നുള്ളത് ആദ്യം തന്നെ ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം പറയുന്നുണ്ട്. ശ്രദ്ധിച്ചോ, 3 സ്റ്റേറ്റ്മെന്റിലും പോപ്പുലർ ആണ്. 3 സ്റ്റേറ്റ്മെന്റുകളും പറയുന്ന പോപ്പുലർ സാധനങ്ങളെ പറ്റിയാണ് പറയുന്നത്. 3ഉം വളരെ പോപ്പുലർ ആണെന്ന് അത് എടുത്ത് പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് സൊഫിസ്റ്റിക്കേറ്റഡ് പ്ലേസസ് ആണെന്ന് പറയുന്നുണ്ട്. 3 ഒരേ ലെവലിലല്ലേ ആൻസർ പോകുന്നത്. ഒരൊറ്റ ഓട് വണ്ണേ ഇവിടെ ഉള്ളൂ. പോർട്സ് ഹാൻഡ്ലിംഗ് ഓഫ് ഫോറിൻ ട്രേഡ്. ക്ലിയർ ആണോ? ഓക്കെ, ഇതൊന്ന് ചെയ്തു നോക്കിയേ. വെല്ലസ്ലി എസ്റ്റാബ്ലിഷ്. ഓക്കെ, വായിച്ചു കഴിഞ്ഞു അല്ലേ? ഇതിൽ നിങ്ങൾ ഏറ്റവും വേഴ്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏത് ഒഴിവാക്കും? വില്യം കോളേജ് അറ്റ് കൊൽക്കത്ത എന്തിനാണ് ഉണ്ടാക്കിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏറ്റവും ആദ്യം നിങ്ങൾ ഏത് ഒഴിവാക്കും? മായ പറയുന്നു എ ഒഴിവാക്കും. പിന്നെ എ സി ഒഴിവാക്കും, എ ഒഴിവാക്കും, സി ഒഴിവാക്കും. ഓക്കെ, എ സി ആണ് എല്ലാവരും പറയുന്നത്. എന്തുകൊണ്ടാണ് എ ഒഴിവാക്കുന്നത്? ലണ്ടനിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വന്നിട്ട് ഇവിടെ കോളേജ് തുടങ്ങാൻ പറഞ്ഞിട്ട് കൽക്കത്തയിൽ പോയി കോളേജ് തുടങ്ങേണ്ട കാര്യമൊന്നും ഇല്ല അല്ലെ? അതിലൊക്കെ ഉപരി ഏറ്റവും ആദ്യം ഒഴിവാക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ശരിക്കും സി ആണ് അല്ലേ? ഒരു 4 പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി, ഇപ്പൊ വില്യം ക്യാരിക്കും അയാളുടെ അസോസിയേറ്റ് ആയ 4 പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി ഒരു കോളേജ് തുടങ്ങുക എന്ന് പറയുന്ന ഒരു മണ്ടത്തരല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ കുറെ കോളേജ് തുടങ്ങേണ്ട വന്നാൽ ആരെങ്കിലും കോളേജ് തുടങ്ങും 4 പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ഒഴിവാക്കി.
ഇനി ഈ പറഞ്ഞ പോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട് ബേസിക്കലി എന്ത് ചെയ്യാൻ പറ്റും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒഴിവാക്കാം. ഹി വാണ്ടഡ് ടു റിവൈവ് ഇൻട്രസ്റ്റ് ഇൻ ഓറിയന്റൽ ലേണിംഗ് ഇൻ ഇന്ത്യ. റിവൈവ് ഇൻ ഓറിയന്റൽ ലേണിംഗ് in India. Then he wanted to train British civilians for administrative purpose in India. ഏത് ഒഴിവാക്കും? ബി ഒഴിവാക്കോ ഡി ഒഴിവാക്കോ? ബി ഒഴിവാക്കും. കാരണം എന്താ? ഓറിയന്റലിസ്റ്റ് ഉണ്ടെന്നോ? അതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ആണല്ലോ ശരിക്കും മോട്ടോയാണ്. അപ്പോ അതിന്റെ ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അഡ്മിനിസ്ട്രേറ്റീവ് പറഞ്ഞിട്ട് അത്യാവശ്യം ബേസിക്കലി എന്താണ് റിവൈവ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഇൻ ഓറിയന്റൽ ലേണിംഗ് ഇൻ ഇന്ത്യ. അതായത് ഓറിയന്റൽ ലേണിംഗ് ഇൻ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക്കലി എന്താണ് 1700s തൊട്ട് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നു. ജെയിംസ് പ്രിൻസപ്പ് ഒക്കെ വരുന്നത് അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ഇത് സ്റ്റാർട്ടിംഗ് ഏരിയ ആണ്. അപ്പൊ റിവൈവൽ ഇൻട്രസ്റ്റ് ബേസിക്കലി ഇൻട്രസ്റ്റ് ഉള്ള സമയമാണ്. താഴെ പോയാലല്ല അത് റിവൈവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതായത് ബേസിക്കലി ഇൻട്രസ്റ്റ് തുടങ്ങുന്ന സമയമല്ലേ, തുടക്ക സമയമല്ലേ ഫോർട്ട് വില്യം ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇനി റിവൈവ് ഒരു ഓറിയന്റൽ ഇൻട്രസ്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ വന്ന് സ്കൂൾ തുടങ്ങണം എന്നൊക്കെ പറയുന്ന ഒരു വില്യം ബെൻഡിക്ക് വില്യം ബെൻഡിക്ക് അല്ല, ഫോർട്ട് വില്യം കോളേജ് ഒക്കെ കൽക്കട്ട തുടങ്ങേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്തിനായിരിക്കും? അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും. ഡി ആയിരിക്കും അതിന്റെ ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആണോ? ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ, വായിച്ചു നോക്കിക്കേ. ഓക്കെ, കൃത്യമായിട്ട് ഒന്നുകൂടി വായിക്കാം. വായിച്ചു തീരാത്തൊരു വായിക്കാം. വായിച്ചു കഴിഞ്ഞോ? Okay. The world's second tallest statue, sitting pose of Ramanuja, was inaugurated by the Prime Minister of India at Hyderabad recently. Which one of the following statement correctly represents the teaching of Ramanuja? അതങ്ങ് ചോദിച്ചാൽ പോരായിരുന്നു അല്ലേ? എന്തിനാണ് വെറുതെ കുറെ സമയം കളയാൻ വേണ്ടിയിട്ട്? ഓക്കെ, which one of the following statement correctly represents the teaching of Ramanuja എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഏറ്റവും ആദ്യം നിങ്ങൾ ഏതെങ്കിലും പറ്റും. രാമാനുജ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആരാണ് രാമാനുജൻ എന്തിനാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഐഡിയോളജി ഒക്കെ നിങ്ങൾ ആലോചിക്കുക. രാമാനുജ ഏത് ഭാഗത്തു നിന്ന് വരുന്ന ആളാന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ഏറ്റവും ആദ്യം എലിമിനേറ്റ് ചെയ്യാൻ പോകുന്ന ഏതാണ്? രാമാനുജ ഏത് ഭാഗത്തോ എന്തുമായി ബന്ധപ്പെടുന്ന ആരാളാണെന്ന് ഒരാൾ പറയോ? രാമാനുജ ഏത് സ്ഥലത്തു നിന്നാണെന്ന് അറിയോ? ഏത് ഭാഗത്തുനിന്ന് വരുന്ന, എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ഫിലോസഫി? അതിൽ നിന്നും ബേസിക്കലി ഏത് ടൈപ്പ് ഓഫ് ഫിലോസഫിയിലാണ് രാമാനുജ ഉള്ളത്? ടൈപ്പോ അല്ലെങ്കിൽ ഏത് മൂവ്മെന്റിന്റെ ഭാഗമാണ്? ഭക്തി മൂവ്മെന്റിന്റെ ഭാഗമാണ്. സ്വാഭാവികമായിട്ടും ഭക്തി മൂവ്മെന്റിൽ വരുന്ന ഒരാൾ എന്തായിരിക്കും പറയാ എന്നുള്ളത് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നൗ ബി എലിമിനേറ്റ് ചെയ്യാൻ ലെറ്റ്സ് എലിമിനേറ്റ് ബി. വേദാസ് ആർ എറ്റേണൽ ആൻഡ് സെൽഫ് എക്സിസ്റ്റന്റ് ആൻഡ് ഹോളി അതോറിറ്റേറ്റീവ്. ഹോളി അതോറിറ്റേറ്റീവ് എന്നാണ് പറയുന്നത് അല്ലെ. ഒരു ഭക്തി മൂവ്മെന്റിൽ വരുന്ന ഒരാൾ വേദാസ് ഹോളി അതോറിറ്റേറ്റീവ് ആണെന്നുള്ളത് ഒരിക്കലും പറയില്ല. കാരണം ആ റിജിഡിറ്റി കാര്യങ്ങളും റിച്വൽസും കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഭക്തി മൂവ്മെന്റ് വരുന്നത് തന്നെ ഒരു റീസൺ. അപ്പൊ സ്വാഭാവികമായിട്ട് ബി എലിമിനേറ്റ് ചെയ്തു. പിന്നെ ലോജിക്കൽ ആർഗ്യുമെന്റ്സ് വെയർ എസെൻഷ്യൽ ഫോർ ദ ഹയസ്റ്റ് ബ്ലിസ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നോളജിനെ പറ്റിയാണ് സി പറയുന്നത് അല്ലെ. ലോജിക്കൽ ആർഗ്യുമെന്റ്സ്. രാമാനുജ ലോജിക്കൽ ആർഗ്യുമെന്റ് ഭക്തി മൂവ്മെന്റ് ആണ്. ഭക്തി മൂവ്മെന്റ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്താ? കാസ്റ്റ് ഒക്കെ ഒഴിവാക്കുന്നു. അതിലുപരി ഭക്തി മൂവ്മെന്റ് മെത്തേഡ് എന്താണ്? എല്ലാ ഭക്തി മൂവ്മെന്റ് ആളുകൾക്ക് ഒരു കോൺസെൻട്രേറ്റ് എങ്ങനെ സറണ്ടർ. ഓക്കെ, സറണ്ടർ ചെയ്യും. ഓക്കെ, ഡിവോഷൻ. സൂഫി ഭക്തി മൂവ്മെന്റ് ബോത്ത് ആർ ഡിവോഷണൽ മൂവ്മെന്റ്. ഹൈലി ഡിവോഷണൽ ആയുള്ള ആളുകൾ അല്ലെ ബോത്ത് ആർ.
ബേസിക്കലി മീരാബായി ആയിക്കോട്ടെ, ഏത് ഭക്തി മൂവ്മെന്റ് ആയിക്കോട്ടെ, ഡിവോഷൻ ആണ് അവരുടെ ഏറ്റവും അല്ലെ ഭയങ്കരമായി ഭ്രാന്തമായിട്ടുള്ള വിശ്വാസം. ഡിവോഷൻ, കംപ്ലീറ്റ്ലി ഡിവോഷൻ. സോ ബേസിക്കലി ലോജിക്കൽ ആർഗ്യുമെന്റ് നമുക്ക് ഒഴിവാക്കാം. സാൽവേഷൻ ടു ബി ഒബ്റ്റെയിൻഡ് ത്രൂ മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ഫിലോസഫിയിൽ ഭക്തി രാമാനുജ മെഡിറ്റേഷൻ ഫിലോസഫി വരുന്ന ഏതിലായിരിക്കും? യോഗിക് ഫിലോസഫിയിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, മെഡിറ്റേഷനെ പറ്റി കൂടുതൽ പറയാം അല്ലെ. യോഗ പോലെയുള്ള യോഗിക് ഫിലോസഫീസിലൊക്കെ ആയിരിക്കും കൂടുതൽ മെഡിറ്റേഷൻ വരിക. രാമാനുജൻ അങ്ങനെയുള്ള ആളുകളല്ല. ബേസിക്കലി ഈ ഒരു സദേൺ സൈഡിൽ നിന്ന് വരുന്നതായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ബെസ്റ്റ് മീൻസ് ഓഫ് സാൽവേഷൻ വാസ് ഡിവോഷൻ. ഓക്കെ, ഭക്തി മൂവ്മെന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എയിലേക്ക് എത്താൻ പറ്റില്ലേ? എയിലേക്ക് എത്താൻ പറ്റാത്തവരുണ്ടോ? ഓക്കെ, വായിച്ചു നോക്കിക്കേ. മഹായാന ബുദ്ധിസം എന്ന് പറയുന്നു. ഓഹോ, ഓപ്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? മഹായാന ബുദ്ധിസത്തെ പറ്റിയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കും, മഹായാന ബുദ്ധിസത്തെ പറ്റി നമുക്ക് ആലോചിക്കാം അല്ലേ. അപ്പം മഹായാന ബുദ്ധിസം നമ്മൾ ആലോചിക്കുന്നു, നമ്മളെല്ലാം പഠിച്ചതായിരുന്നു. പെട്ടെന്നാണ് എക്സാമിനേഷൻ ഉള്ള മഹായാന ബുദ്ധിസത്തെ പറ്റി നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല. കാരണം അതാണ് നമ്മുടെ പ്രശ്നം, നമ്മളെല്ലാം പഠിച്ചതാണ് പക്ഷെ കിട്ടുന്നില്ല. നൗ വാട്ട് യു വിൽ ഡു? ഇതിന്റെ ഒരു ഓപ്പോസിറ്റും ഉണ്ട്, ഹീനയാന എന്നും നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുക. പക്ഷെ ഇത് എവിടെയായിരുന്നു എന്നും എന്തായിരുന്നു എന്നുള്ളതും മറന്നുപോയി, ഓർക്കാൻ പറ്റുന്നില്ല. പണി കിട്ടിയോ? പണി വാളിയില്ലേ? മഹായാന ബുദ്ധിസ് ഓർക്കാൻ പറ്റുന്നില്ല, എന്റെ ഫീച്ചേഴ്സ് ഓർക്കാൻ പറ്റുന്നില്ല, ഹീനയാന എന്താ, ഇതൊക്കെ എന്താ കോംപ്ലക്സ് ആണെന്ന് തുടങ്ങി മൊത്തത്തിൽ ടെൻഷൻ, ആങ്സൈറ്റി, പണി കിട്ടൂലേ? അപ്പോഴാണ് നിങ്ങൾ സീക്രട്ട് മൗണ്ടൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം വേറെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെയുണ്ട്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നോളജ് വേണ്ട, എലിമിനേഷനിലൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓരോരുത്തർ അവരവരുടെ സജഷൻസ് പറയാം. ഗൗതം പറയുന്ന ക്ലബ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് തമ്മിൽ ക്ലബ് ചെയ്യാൻ പറ്റും? 1ഉം 3ഉം എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ക്ലബ് ചെയ്യാം. റൈറ്റ്, 1 and 3 ക്ലബ് ചെയ്തൂടെ? എന്തുകൊണ്ടാണ് 1 and 3 ക്ലബ് ചെയ്യാന്ന് പറയുന്നത് കൂടി ഒന്ന് പറയോ? മേഘയെ പറയോ? ഇല്ല, എന്നാ ഗൗതം പറയോ? എന്തുകൊണ്ട് 1 and 3 ക്ലബ് ചെയ്തു? വെരി ഗുഡ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡിഫിക്കേഷൻ ഓഫ് ബുദ്ധ അല്ലെ. ബുദ്ധനെ എന്ത് ചെയ്തു? ഡയറ്റി പോലെ അല്ലെങ്കിൽ എന്താ പിക്ചർ വെച്ചു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഇമേജ് വർഷിപ്പ്. ഡെഫിക്കേഷൻ നടന്നാൽ മാത്രമല്ലേ ഇമേജ് വർഷിപ്പ് നടക്കുള്ളൂ. അപ്പൊ ദാറ്റ് മീൻസ് 1 and 3 ക്യാൻ ബി ക്ലബ്ഡ് ടുഗദർ. അതിന്റെ അർത്ഥം എന്താണ്? 1 and 3 ക്യാൻ ബി ഐദർ കറക്റ്റ് ടുഗദർ ഓർ റോങ് ടുഗദർ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇതിനവിടെ നിർത്തിക്കോ. ഇനി ഓപ്ഷനിൽ ഒന്ന് പോയി നോക്കിക്കേ. 1 and 3 ഒന്നിച്ച് തെറ്റുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെ? ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ എന്തായാലും, ഒന്ന് ശരിയായി കഴിഞ്ഞാൽ എന്തായാലും ഇതിനകത്ത് 3ഉം ശരിയാവണം. അതങ്ങനെയില്ല. 1ഉം 2ഉം ഒന്നിച്ച് എന്തായാലും ശരിയല്ല. കാരണം ഒന്ന് ശരിയായി കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ 3 കൂടി വരണം. അതും പറ്റില്ല. 2ഉം 3ഉം എന്തായാലും പറ്റില്ല. കാരണം 3 വന്നു കഴിഞ്ഞാൽ എന്തായാലും 1 വരണം. ഓട്ടോമാറ്റിക്കലി എന്ത് വരും? 1 and 3 വന്നുള്ള ഒരേ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഡി മാത്രമേ ഉള്ളൂ. ആൻസറിലേക്ക് എത്തിക്കൂടെ? എന്തിനാണ് മഹായാന ബുദ്ധിസോ ഹീനയാന ബുദ്ധിസോ ഓർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമുണ്ടോ? മറന്നുപോയാൽ പ്രശ്നമുണ്ടോ? അതാ പറഞ്ഞ ആദ്യം തന്നെ നിങ്ങൾ നോളജ് വെച്ച് ആലോചിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ വരും. പിന്നെ ഭയങ്കര നിങ്ങൾ എലിമിനേഷൻ കാണാൻ ബ്ലൈൻഡ് ആയി പോകും. അപ്പം അങ്ങനെ ബ്ലൈൻഡ് ആവരുത്, അതില്ലാതെ ആലോചിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി ടെസ്റ്റ് സീരീസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം
ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ആദ്യം എന്ത് ചെയ്യും? അറിയാതെ ചില ആളുകൾ, എല്ലാവരും അല്ല, ചില ആളുകൾ അറിയാതെ ആദ്യം തന്നെ റീകളക്ഷനിലേക്കാണ് പോവുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ യു വിൽ ട്രൈ ടു റീകളക്ട് തിങ്സ് വാട്ട് എവർ യു റെഡ് ഇൻ ദി ബുക്സ് അല്ലെങ്കിൽ NCERT എന്തൊക്കെ വായിച്ചോ നിങ്ങൾക്ക് അറിയാം ഇത് എവിടെയോ വായിച്ചിട്ടുണ്ടെന്ന് അറിയാം. കാരണം നിങ്ങൾ വായിക്കാത്തൊന്നും അധികം ചോദ്യം വരില്ല, വായിച്ചു തന്നെയായിരിക്കും കൂടുതൽ ചോദ്യം. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ അത് റീകളക്ട് ചെയ്യും. ഓക്കെ, NCERT 10ാം ക്ലാസ് 5ാമത്തെ പേജിൽ ഈ കോളത്തിൽ ഇതുണ്ട്, പക്ഷെ എന്താന്ന് ഓർത്താൻ പറ്റില്ല. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന സാധനം ബ്ലൈൻഡ് ആയി തുടങ്ങും, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല. ബിക്കോസ് യു ആർ ഓൺലി കൺസേൺഡ് വിത്ത് വാട്ട് ഈസ് ദെയർ ഇൻ ദ ബുക്ക്. സോ ഓട്ടോമാറ്റിക്കലി യു ട്രൈ ടു റീകളക്ട്. ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും, ബ്രെയിൻ എനർജി കൂടുതൽ വേണം, ബ്രെയിൻ ടയേർഡ് ആവും. ഇതുപോലെ നിങ്ങൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു 50 ക്വസ്റ്റ്യൻ എത്തുമ്പോഴേക്ക് നിങ്ങൾ എന്തോ വലിയ സാധനം ചെയ്ത ഫീൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഒരിക്കലും കൂളായിട്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ എലിമിനേഷന്റെ വേർഡ്സ് നിങ്ങൾ കാണില്ല, കാരണം യു ആർ ഓൾവേസ് കണ്ടന്റ് ലോഡഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. സോ ഓൾവേസ് തിങ്ക് ദാറ്റ്, മേക്ക് ഷുവർ ദാറ്റ് യു ആർ റീഡ് ഇൻ എ ഫ്രീ മൈൻഡ്. അതൊക്കെ വായിച്ച് എലിമിനേഷൻ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ കോണ്ടെക്സ്റ്റുമായിട്ട് എവിടെ നമ്മൾ നോളജ് കൊണ്ടുവരുന്നത്? എലിമിനേഷനുള്ള സാധനങ്ങൾ നമ്മൾ റെഡ് ഫ്ലാഗുകളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് ആയിട്ട് നമ്മുടെ നോളജ് ഒക്കെ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലോഡ് ഫീൽ ചെയ്യില്ല, കാരണം ഓൾറെഡി യു ഹാവ് ഇൻഫർമേഷൻ, യു ഹാവ് ഐഡിയ, യു ഹാവ് ക്ലാരിറ്റി, ദെൻ യു ആർ റീച്ച്. ഓക്കെ, ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. In the Government of India Act 1990, in the function of ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് സാധനം മനസ്സിലാവുന്നുണ്ട് അല്ലേ? എന്തായാലും ഒരെണ്ണം തെറ്റാം. അങ്ങനെയാണെങ്കിൽ ഓട് വണ്ണിനെ കണ്ടെത്തിയാൽ പോരെ, ഈസി അല്ലേ? അതിനകത്ത് ഏറ്റവും ബ്രിട്ടീഷിന്റെ കാര്യം ആലോചിക്കുക, വേറെ ഒന്നും അറിയണ്ട. ബ്രിട്ടീഷിന്റെ കാര്യം ആലോചിക്കുക, ബ്രിട്ടീഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളിലെല്ലാം ഒന്നിച്ചാക്കുക, ബ്രിട്ടീഷിന് ഇമ്പോർട്ടന്റ് അല്ലാത്ത സാധനത്തിനൊക്കെ മാറ്റുക, ഓട് വണ്ണിനെ കണ്ടെത്തിയാൽ മതി. ഓട് വണ്ണ് ഏതൊക്കെ? ഇതിനകത്ത് ഓട് വണ്ണെന്ന് പറയാവോ, അല്ലെങ്കിൽ ക്ലബിങ് പറയാവോ? ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റിസ്, ജുഡീഷ്യറി. പോലീസ് ജുഡീഷ്യറിന്റെ ഭാഗം. പോലീസ് പിടിക്കും, പോലീസ് പിടിച്ചിട്ടാണല്ലോ അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഡ്മിനിസ്ട്രേഷനിൽ ആരുണ്ടാവുന്നത്? ബ്രിട്ടീഷുകാര്. ബ്രിട്ടീഷ് ജസ്റ്റിസ്, ബ്രിട്ടീഷുകാർക്കുള്ള ജസ്റ്റിസ്. പോലീസ് അവർക്ക് എന്തായാലും വേണം, നമുക്ക് തരില്ല. പിന്നെ പൈസയാണല്ലോ ആദ്യം വേണ്ടത്, ഏറ്റവും കൂടുതൽ വേണ്ട ക്യാഷ് അല്ലേ. ഇത് മൂന്നും ഒന്നിച്ച് നോക്കിയേ, 1, 3, 4 ക്ലബ് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ അല്ലേ? 1, 3, 4 ഉത്തരം എടുത്തോ. സെൽഫ് ഗവൺമെന്റിന്റെ മാറ്റി വെച്ചോ. എന്താ ട്രാൻസ്ഫേർഡ്, എന്താ റിസർവ്ഡ് എന്ന് പോലും അറിയണ്ട. കാരണം ഇവിടെ ഓപ്ഷനിൽ നമുക്ക് ആദ്യം തന്നെ, എന്തുകൊണ്ടാണ് അത് അറിയണ്ടെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇതൊന്നും വായിച്ചില്ലെങ്കിലും ഓപ്ഷനിൽ എന്താണ്, ഒരെണ്ണം ഓട് വണ്ണാണ് എന്നുള്ളത് ആദ്യം മനസ്സിലായി. ദാറ്റ് മീൻസ് ഒന്ന് എന്തായാലും ഇതുമായിട്ട് മാച്ച് ചെയ്യാത്തൊരു ഐറ്റം ഉണ്ട്. അപ്പൊ മാച്ച് ചെയ്യാത്ത ഐറ്റത്തിന് മാത്രം ഒരു ക്വസ്റ്റ്യൻ വായിച്ചില്ലെങ്കിൽ പോലും, വായിക്കണം നിങ്ങൾ എന്തായാലും. ഇനി വായിച്ചില്ലേ പോലും, ഞാനത് വായിക്കാതിരിക്കാൻ കാരണം, വായിച്ചില്ലേ പോലും ഇതിനകത്ത് ഓട് വണ്ണ എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലായി, 1 എടുത്തു. സോ ഇതിനകത്ത് ഒരേപോലെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസ്. അഡ്മിനിസ്ട്രേഷനിൽ ആര്? ബ്രിട്ടീഷ്. ആർക്കുള്ള ജസ്റ്റിസ്? അപ്പൊ ബ്രിട്ടീഷിനുള്ള ജസ്റ്റിസ്. പോലീസ് ഒരിക്കലും കൊടുക്കില്ല, ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ലാൻഡ് റവന്യൂ അവർക്ക് വേണം. സോ 3 സാധനങ്ങൾ ചെയ്യണം. ഇനി എന്തുകൊണ്ടാണ് ഞാൻ 3 ക്ലബ് ചെയ്തത്? കാരണം ആദ്യം എനിക്കറിയാം 3 ക്ലബ് ചെയ്യേണ്ടതെന്നുള്ളത്. ടേക്ക് ദ ക്ലൂസ് ഫ്രം ദി ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്, ദെൻ കം ടു ദി ആൻസർ. ഓക്കെ, മനസ്സിലായ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി അത് ഒന്നും അറിയാതെ, കുറച്ചൊക്കെ അറിയെങ്കിൽ എന്താ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. 1919 ആക്ട് ആണ്. അപ്പൊ നമുക്കറിയാം ഡയാർക്കി അല്ലെ, പ്രൊവിൻസസിൽ എൻഷോർ ചെയ്തു. അപ്പൊ കുറച്ച് സബ്ജക്റ്റിൽ റിസർവ്ഡിലും കുറച്ച് സബ്ജക്റ്റിൽ ട്രാൻസ്ഫേർഡിലും. ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി നമുക്ക് സ്റ്റേറ്റിന്, പ്രൊവിൻസസിന് തരും. ബേസിക്കലി എന്ത് ചെയ്യാൻ, കുറച്ച് അതെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഗവർണറിലേക്ക് തിരിച്ചു പിടിക്കാം. റിസർവ്ഡ് താഴോട്ട് കൊടുക്കില്ല, പ്രൊവിൻസസിന് കൊടുക്കില്ല. ആരെയും തന്നെയാണ്, ഗവർണറുടെ കയ്യിൽ തന്നെയാണ് കംപ്ലീറ്റ്ലി കൺട്രോൾ. സോ അത് ഏതായിരിക്കും? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. ഏതാണ് ഇമ്പോർട്ടന്റ് ഫോർ ബ്രിട്ടീഷ്? അങ്ങനെയും ചിന്തിക്കാം. ഒന്നും അറിയില്ലെങ്കിലും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെയും ചിന്തിക്കാം. ഓക്കെ, 2 രീതിയിൽ ചിന്തിക്കാം. ജസ്റ്റ് കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും ചെയ്യാം, ഒട്ടും ഇൻഫർമേഷൻ ഇല്ലെങ്കിലും ചെയ്യാം. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിക്കുക, ശ്രദ്ധിക്കുക.
കൃത്യമായിട്ട് വായിക്കാൻ ശ്രദ്ധിക്കുക. വായിച്ചു കഴിഞ്ഞു, ബാക്കിയുള്ളവരോട് വായിക്കുക. ഓക്കെ, വായിച്ചു, എല്ലാവരും വായിച്ചു. ഇനി അത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയാവോ? ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ ബോക്സിൽ ഇടേണ്ട എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ മറക്കരുത്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ചോദിക്കണം. എന്തെങ്കിലും ബോക്സിൽ ഇട്ട് വെക്കണം, ഞാൻ മുന്നേ പറഞ്ഞു വെച്ചിട്ട്. നോട്ട് ബോക്സിൽ ഇട്ട് വെക്കണം, ഒരിക്കലും വിട്ടുപോകരുത്. നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകും, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. നോട്ട് ബോക്സിൽ ഇട്ട് വെക്കണം, കാരണം നോട്ട് ഈസ് വെരി ഇമ്പോർട്ടന്റ്, ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. അതിന്റെ അർത്ഥം ഇതിൽ 3 ശരിയും 1 തെറ്റും എന്നല്ലേ ഈ നോട്ട് വന്നതുകൊണ്ട്? ക്ലിയർ? തംസ് അപ്പ്. 3 ശരി 1 തെറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ മിയാൻ താൻസനെ പറ്റിയിട്ട് നമുക്ക് ഒരിക്കലും അറിയില്ല, അല്ലല്ലേ? ഒരിക്കലും അറിയില്ല, നമുക്ക് ഈ മനുഷ്യനെ അറിയില്ലല്ലോ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 3 ശരിയായ സ്ഥിതിക്ക് ഇയാൾ എന്താണ്, ഇയാളുടെ ഫീൽഡ് എന്തായിരിക്കും ഇയാൾ ചെയ്യുന്നത് എന്ന് ഇതിനകത്തുനിന്ന് കണ്ടെത്താൻ പറ്റുമോ? ആക്ച്വലി ഇയാൾ ആരാണെന്ന് കണ്ടെത്താൻ പറ്റുമോ? 3 എന്തായാലും ശരിയാണ്. എന്താണ് ഇയാൾ, ആരാണ് ഇയാൾ, എന്താണ്? വളരെ കമ്പോസർ, അതെ. മ്യൂസിക്കുമായി അല്ലേ, സംഗീതപരമായി ബന്ധപ്പെട്ട അല്ലെ, ഏതോ ഒരു സംഗീതജ്ഞനാണ് എന്ന് നമുക്ക് മനസ്സിലായി. സംഗീതനാണെന്ന്, മ്യൂസിഷ്യൻ ആണ് എന്ന് മനസ്സിലായ സ്ഥിതിക്ക് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെന്റുകൾ ക്ലബ് ചെയ്ത് നോക്കിക്കേ, ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ BCD ക്ലബ് ചെയ്തൂടെ? ക്ലബ് ചെയ്യാം. ഇനി ഫസ്റ്റ് ടൈമിൽ പറയുന്നത് കമ്പോസ് ദുർപാർട്സ് ആൻഡ് ഹിന്ദു ഗോഡസസ് എന്ന് പറയുന്നു. 2 ആൻസർ കമ്പോസ് സോങ് ഓൺ ഹിസ് പാട്രോൺസ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയല്ലേ? അബ്സല്യൂട്ട്ലി ശരിയല്ലേ? വെറുതെ കുറച്ച് പേർക്ക് വേണ്ടി, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ പാട്ട് എഴുതുക? പണ്ടെല്ലാരും പാട്രോൺസിന് വേണ്ടിയിട്ട് പാട്ട് എഴുതുക, എന്തായാലും അവർക്ക് വേണ്ടി പാട്രോൺസിന് വേണ്ടി പാട്ട് എഴുതിയിട്ടുണ്ടാവും. ഇൻവെന്റഡ് മെനി രാഗാസ് ഉണ്ടാവും, ഇല്ല അറിയില്ല. ഹിന്ദു ഗോഡസിന് വേണ്ടിയിട്ടുമാണ്, അപ്പൊ രാഗാസുമായിട്ട് മാച്ചിങ് ആണ്. ഇനി ഇവിടെയുള്ള ഒരു പ്രോബ്ലം എന്താണ്? നോക്കിക്ക്, എംബർ അക്ബർ ആണ് ടൈറ്റിൽ കൊടുത്തത്, താൻസൺ എന്ന് പറയുന്ന ടൈറ്റിൽ അക്ബർ കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് ഓട് വൺ ആയിട്ടോ അല്ല, ഇത് ഒന്നും അറിയാതെ ചെയ്തൂടെ, തെറ്റൂടെ? നീ വേറൊരു കാര്യം കൂടി പറയട്ടെ, അക്ബറിന്റെ ഒറിജിൻ ഏതാ? ഒരു പേർഷ്യൻ ഒറിജിൻ അല്ലേ? അക്ബർ ഒരു ടൈറ്റിൽ കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഉറുദു ടൈറ്റിൽ കൊടുക്കാം, ഒരു മാന്യതയുണ്ട്. ഒരു പേർഷ്യൻ ടൈറ്റിൽ കൊടുക്കാം, അല്ലെ അറബിക് ടൈറ്റിലൊക്കെ കൊടുക്കാം. ഇതൊക്കെ ഏത് ലാംഗ്വേജ് ആണിത്? ഇത് കണ്ടിട്ട് എനിക്കൊരു ചൈനീസോ ടാൻസൺ എന്നൊക്കെ പറഞ്ഞ ജാപ്പനീസോ ഒക്കെ ആയിട്ട് ബേസിക്കലി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ വെറുതെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നുന്നു ആ ഒരു അക്ബർ ഒരിക്കലും അക്ബറിനൊക്കെ പറയാൻ കിട്ടുമെന്നാണ് എന്റെ സംശയം. അത് ഏതാണ് ലാംഗ്വേജ് എന്ന് നോക്കട്ടെ, ഞാൻ വെറുതെ ടാൻസൺ ശരിയാണോ നോക്കാലോ. അതൊന്നും അറിയേണ്ട കാര്യമില്ല. ഹിന്ദി ലാംഗ്വേജ് ആണത്, ഏതാണത്? ടാൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ജാപ്പനീസ് ഒറിജിൻ വേർഡ് പോലെ ഉണ്ട്, അങ്ങനെ പറയുന്നത്. ഗൂഗിൾ അത് ശരിയാണെന്ന് എനിക്കില്ല. ഇനി അതൊന്നും അറിയേണ്ടതല്ല, വെറുതെ ആലോചിച്ചതാ. ബേസിക്കലി നിങ്ങൾ ആലോചിക്കുക, ഈ 3 കമ്പോസർ എന്നുള്ള അറിയാം. ഓക്കെ, പിന്നെ അക്ബർ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഓട് വൺ എന്ത് മാത്രമേ ഉള്ളൂ? അക്ബർ മാത്രമേ ഉള്ളൂ. അക്ബറിനെ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞ ഉത്തരം കിട്ടും. റെഡി അല്ലേ? ഇതൊന്നും ചെയ്തു നോക്കിക്കേ. വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തംസപ്പ് വരിക. ഓക്കെ ഓക്കെ ഫൈൻ.
ഏത് സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം? 1935 ആക്ട് ആണ്. അപ്പൊ 1935 ടൈം ലൈൻ ആലോചിക്കണം. 1935 ആയപ്പോഴേക്ക് 1947 എത്താനായി. ഏറ്റവും ലാസ്റ്റത്തെ ആക്ട് ഒക്കെ വന്നു. അപ്പൊ മാക്സിമം ഡെവല്യൂഷൻ ഓഫ് പവർ ഒക്കെ വരുന്ന സമയമാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാം. എന്നിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യുന്നവരൊന്ന് ആൻസർ തംസപ്പ് തന്നെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യോ മായ? എലിമിനേറ്റ് ചെയ്യുന്നതാണോ പറഞ്ഞാൽ ശരിയെന്നാണോ പറഞ്ഞത് എനിക്ക് സംശയം. അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യുന്നവരൊന്ന് പറയോ? ആരും എലിമിനേറ്റ് ചെയ്യുന്നില്ല അല്ലെ? മായക്ക് നേരത്തെ തെറ്റിപ്പോയതല്ലേ? ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഫോർ എക്സാമ്പിൾ, ഇറ്റ് പ്രൊവൈഡ് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ബേസ്ഡ് ഓൺ യൂണിയൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ പ്രൊവിൻസസ് സ്റ്റേറ്റ്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ജനറൽ നോളജ് ആണ് അല്ലെ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യുന്നവരോ ആരെങ്കിലും ഉണ്ടോ? അത് ശരി, ഇത്രയും പേരുണ്ടോ? അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്തത്? എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവരൊന്ന് കൺസെപ്റ്റ് തന്നെ. ഇല്ലാരുമില്ല. ഇതെന്താ പറഞ്ഞ? ഡിഫൻസ് ആൻഡ് ഫോറിൻ സ്റ്റേറ്റ്സ് വെയർ കെപ്റ്റ് അണ്ടർ ദ ഫെഡറൽ ലെജിസ്ലേറ്റർ അല്ലെ? ഫെഡറൽ ലെജിസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നല്ല അർത്ഥം. ഫെഡറൽ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബേസിക്കലി US ആലോചിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്ത്യ ആലോചിച്ചു. ഫെഡറൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ബേസിക്കലി സ്റ്റേറ്റ് ആണ്. അത് സെൻട്രൽ ഡിഫൻസും ഫോറിൻ അഫയേഴ്സും ആരെങ്കിലും ഫെഡറൽ ഗവൺമെന്റിന് കൊടുക്കുവോ? ഒരിക്കലും കൊടുക്കൂലല്ലോ, യൂണിയൻ അല്ലേ കൊടുക്കുള്ളൂ. അപ്പോ സ്വാഭാവികമായിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? തെറ്റായിരിക്കും. ഓൾ ഇന്ത്യ ഫെഡറേഷൻ ആണെങ്കിൽ ഇത് തമ്മിൽ എന്താണ്? കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇത് ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇതെന്താണ്? കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടും നമ്മൾ ഒന്നിച്ചൊരിക്കലും പോകില്ല. ഇനി അതിൽ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ പൊളിറ്റിന്റെ കോൺസെപ്റ്റ് ആയുള്ള ഫെഡറൽ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഫെഡറൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഡിഫൻസും ഫോറിൻ അഫയേഴ്സും കൊടുക്കില്ല. കാരണം അത് യൂണിയൻ നോക്കേണ്ട കാര്യങ്ങളാണ്. എന്നാ ഇതൊന്നും ചെയ്തേ. സംഘം പോയത്തിൽ പറഞ്ഞ വായിച്ചു. വായിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവര് ഓക്കെ. എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ് നമ്മളൊന്ന് ഫോളോയിങ് എക്സ്പ്ലെയിൻ പ്രാക്ടീസ് ഓഫ് വട്ടക്കിരുത്തൽ എന്ന് നമുക്ക് മനസ്സിലായി. മെൻഷൻ ഇൻ സംഘം പോയ 2-3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായി. ഒന്ന്, വട്ടക്കിരുത്തൽ എന്താണെന്നുള്ള വേർഡ് ഒരു 10 പ്രാവശ്യം തിരിച്ച് വായിക്കണം എന്ന് നമുക്ക് മനസ്സിലായി. അത് വായിച്ച് അതിനകത്ത് നിന്ന് എന്തൊക്കെ കിട്ടാന്നുള്ളതൊന്ന് ആലോചിച്ച് വെക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ബേസിക് വട്ടക്കിരുത്തൽ എന്താണെന്നുള്ളത് എന്താണെന്ന് നമുക്കിവിടെ അറിയില്ല. പക്ഷെ പോയത്തിൽ മെൻഷൻ ചെയ്തു. ഏത് പോയത്തിലാണ്? സംഘം പോയത്തിലാണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ തമിഴ്നാട്ടിലാന്നുള്ളത് മനസ്സിലായി, സംഘം പോയത്തിലാന്നുള്ളത് മനസ്സിലായി. വട്ടക്കിരുത്തൽ എന്താണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഹിന്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടോ? ഇറ്റ് ഈസ് എ പ്രാക്ടീസ്. വെരി ഗുഡ്. ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ആണ് എന്നുള്ളത്. വട്ടക്കിരുത്തൽ എന്താ നമ്മൾ തപ്പുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മിസ്സായി പോകാൻ പാടില്ലാത്തത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു വേർഡാണ്. ഇറ്റ് ഈസ് എ പ്രാക്ടീസ്. ഇനി ഒരു പ്രാക്ടീസ് ആണ്. അപ്പൊ എന്തോ ഒരു കർമ്മമാണ്. പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിച്വൽ, എന്തോ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാധനമാണ്. എന്തൊക്കെയോ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ്. എന്തൊക്കെയോ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സാധനമാണല്ലോ, റിച്വൽസ്, അങ്ങനെ ഒരു സാധനമാണ്. ഓക്കെ, ഇനി ഒന്ന് നിങ്ങളെ എലിമിനേറ്റ് ചെയ്ത് നോക്കിക്കേ. ഇതുവരെ നിങ്ങൾക്ക് കിട്ടാത്തവരും ഇനി ഒന്ന് എലിമിനേറ്റ് ചെയ്ത് ആലോചിച്ച് നോക്കിക്കേ. ഇറ്റ് ഈസ് എ പ്രാക്ടീസ്, റിച്വൽസ് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഏത് എലിമിനേറ്റ് ചെയ്യാം? ഏത് എലിമിനേറ്റ് ചെയ്യാം? ഫസ്റ്റ് ഒരു പ്രാക്ടീസ് ആണ്, റിച്വൽസ് പോലെയുള്ള സാധനമാണ്. പ്രാക്ടീസിലെ നമ്മൾ വിളിക്കുന്ന ആ വേർഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി വട്ടക്കുരുത്തൽ എന്ന് പറഞ്ഞൊരു പ്രാക്ടീസ് ഉണ്ട്. പോയത്തിലൊക്കെ വളരെ ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്ന എന്തൊക്കെയോ സാധനം. സംഘം പോയത്തിൽ
കിങ്സ് എംപ്ലോയിയും വിമൻ ബോഡി ഗാർഡ് ആയിരിക്കോ? ഇനി ആ വേർഡുമായിട്ട് ഒരു മാച്ചും ഇല്ല അല്ലെ? സ്വാഭാവികമായിട്ടും എന്താണ് കിങ്സ് എംപ്ലോയിങ് വിമൻ ബോഡി ഗാർഡ് എന്നൊക്കെ ഒരു പ്രാക്ടീസ് ആയിട്ടൊന്നും ബേസിക്കലി ഒരു റിച്വൽ ആയിട്ടൊന്നും അതിനെ കാണാനും പറ്റില്ല. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്താൽ ഈസി ആയിട്ട് ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്ത് കളയാം. ലേൺഡ് പേഴ്സൺസ് അസംബ്ലിംഗ് ഇൻ റോയൽ കോർട്സ് ടു ഡിസ്കസ് റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ മാറ്റേഴ്സ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റൂല്ലോ? അതിപ്പോ എലിമിനേറ്റ് ചെയ്യാതിരിക്കുന്നതാണെന്നല്ല, അവിടെ കിടക്കട്ടെ. അറിയില്ല എനിക്ക്, അവിടെ കിടക്കട്ടെ. കുറച്ചുകൂടി നമുക്ക് അവസാനത്തേക്ക്, ഞാൻ പറഞ്ഞില്ല വേഴ്സ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ബെസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് വേണം എപ്പോഴും പോവാൻ. അവിടെ കിടക്കട്ടെ. സി യങ് ഗേൾസ് കീപ്പിംഗ് വാച്ച് ഓവർ അഗ്രികൾച്ചർ ഫീൽഡ് ആൻഡ് ഡ്രൈവിംഗ് അവേ ബേർഡ്സ് ആൻഡ് ആനിമൽസ്. ഒന്ന് യങ് ഗേൾസ്, ഓക്കെ. ഒന്ന് ബേർഡ്സിനെ കൈകൊട്ടി പാറിക്ക പോട്ടെ, കാക്കനെ പറഞ്ഞു. ആനിമൽസിനെയാണ് യങ് ഗേൾസ്. പന്നിയൊക്കെ മറ്റേ വെട്ടാൻ വരുമ്പോ യങ് ഗേൾസ് വന്നിട്ട് പോ പന്നി എന്ന് പറഞ്ഞാൽ പന്നി പോവോ? ഐ മീൻ കാട്ടുപന്നി പോവില്ലല്ലോ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. യങ് ഗേൾസ് കീപ്പിംഗ് വാച്ച് ഓവർ അഗ്രികൾച്ചർ ഫീൽഡ് ആൻഡ് ഡ്രൈവിംഗ് അവേ ബേർഡ്സ് വരെ ഞാൻ സമ്മതിക്കാം. എന്തെങ്കിലും ഉണക്കാൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പെൺകുട്ടികളൊക്കെ ഈ പഴയ വീടുകളൊക്കെ കണ്ടിട്ടില്ല, ആൺകുട്ടികൾ ഒരു പണിയും ചെയ്യാത്തതുകൊണ്ട് മടിയന്മാരെ രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ കൈകുട്ടിയൊക്കെ പറിക്കാൻ വിട്ടുന്ന് വെച്ചോ. പിന്നെ പണ്ടത്തെ പാട്ടൊക്കെ ഉണ്ടല്ലോ, കൈകുട്ടി എന്തോ കിളിയനെ അകറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്, അതുവരെ ഞാൻ വിശ്വസിച്ചു. പക്ഷെ ആനിമൽസ് ചെയ്യാൻ ചാൻസ് കുറവാണ്, ഒഴിവാക്കി. ഗേൾസ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ബിയും ഡിയും ഉണ്ട്. ഡിയിൽ പറയുന്നു ഒരു പേഴ്സൺസ് ഓഫ് അസംബ്ലി ആയിരുന്നു റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നു എന്നാ പറയുന്നത് കേട്ടോ. ഓക്കെ, അസംബ്ലി ചെയ്യുന്നെന്ന് പറയുന്നു. വട്ട എന്ന് പറയുന്നതിൽ അസംബ്ലി അല്ലെങ്കിൽ വട്ടക്കുരുത്തൽ എന്ന് പറയുന്നതിൽ ഒരു അസംബ്ലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ വേറെ അതിന് ഭാഗത്തോട്ട് ബാക്കി വരുന്ന സാധനത്തിൽ പറയുന്ന സാധനങ്ങൾ ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ. ഫിലോസഫി റിലീജിയസ്, ഒന്ന് റിലീജിയസ് കംപ്ലീറ്റ് അല്ല, രണ്ട് ഫിലോസഫി റിലീജിയസിന്റെ മിക്സ് ആണ്, സംഘം ലിറ്ററേച്ചർ ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. ആൻഡ് കിങ് ഡിഫീറ്റിംഗ് ഇൻ എ ബാറ്റിൽ കമ്മിറ്റിംഗ് റിച്വൽ സൂയിസൈഡ് ബൈ സ്റ്റാർവിംഗ് ഹിംസെൽഫ് ടു ദി ഡെത്ത്. നിങ്ങൾ ഏത് എലിമിനേറ്റ് ചെയ്യും? ബിയും ഡിയും നിങ്ങൾ എത്തിയോ? ഓക്കെ, ഇനി ഏതിൽ എലിമിനേറ്റ് ചെയ്യും? 50-50. ബി എലിമിനേറ്റ് ചെയ്യാനുള്ള കാരണം എന്താ? ഇറ്റ് നോട്ട് എ റിച്വൽ പ്രാക്ടീസ്. ഒരു പ്രാക്ടീസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? കുറച്ച് ആളുകൾ വന്നിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു റിച്വൽ പ്രാക്ടീസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഇതാണ് അല്ലെ. ഡി കുറച്ചുകൂടി എന്താണ്, സ്പെസിഫിക് ആയിട്ടുള്ള സാധനമാണ്. സോ ആൻസർ വിൽ ബി ഡി. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ ട്രാപ്ഡ് ആവുന്ന ഒരു സാധനം, ഞാൻ പലപ്പോഴും പല ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ അപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് എപ്പോഴും ഇങ്ങനെ ഒരു വലിയ വേർഡ് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ എപ്പോഴും ട്രാപ്ഡ് ആവുന്ന ഈ വേർഡില്ല. എല്ലാവരും ഇതിനകത്ത് പോയി ട്രാപ്ഡ് ആവും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇൻസ്ക്രിപ്ഷന്റെ കാര്യം പറഞ്ഞു, അങ്ങനെ എല്ലാ കാര്യത്തിലും ഇങ്ങനത്തെ ഒരു വേർഡ് അതിന് ചുറ്റും അപ്പുറപ്പുറമെങ്കിലും എന്തെങ്കിലും ഒരു വേർഡ് ഉണ്ടാവും. ആ വേർഡിലേക്ക് നമ്മൾ ശ്രദ്ധിക്കില്ല. കാരണം നമുക്ക് എപ്പോഴും ഈ വേർഡ് കിട്ടാത്തതുകൊണ്ട് ഇവിടെ നമ്മൾ സ്റ്റക്ക് ആവും. ഈ വേർഡ് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചുകൊണ്ടേയിരിക്കും. ഈ വേർഡ് വായിച്ചിട്ട് നമുക്ക് കിട്ടാവുന്ന മീനിങ് മാത്രം ഡിസ്ക്രൈബ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ പോകും. പക്ഷെ അതിന്റെ മുന്നേ ഉള്ള വേർഡുകളൊക്കെ നമ്മൾ ഒന്നുകൂടി നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതെന്താണ്, ഇവിടെ സ്പെസിഫിക് ആയിട്ടുള്ള മുന്നേ കുറെ വേർഡുകൾ ഉണ്ട്. വിച്ച് വണ്ണ് വേണ്ട, ഇതൊക്കെ തെറ്റാണ്. പക്ഷെ ഇത് കണ്ടോ, ഇതൊരു സ്പെസിഫിക് വേർഡാണ്, ഇതും സ്പെസിഫിക് വേർഡാണ്, പോയം സ്പെസിഫിക് ആണ്, സംഗമാണ്. ഇത്രയും വേർഡുകൾ ഇതിനകത്തുണ്ട്. വട്ടക്കുരുത്തൽ വൺ ഓഫ് ദ വേർഡ് മാത്രമാണ്. അതെല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഏൻഷ്യന്റ് മാത്രമല്ല, എല്ലാ ക്വസ്റ്റ്യനും ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. കീ ഈസ് നോട്ട് ഹിയർ, കീ ഈസ് സംവെയർ അറൌണ്ട് ദി സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനുള്ള കീ എപ്പോഴും ഇതിനകത്ത് തന്നെ ആയിരിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിനകത്ത് ഉണ്ടാവുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇത് മാത്രമായിരിക്കില്ല കീ എപ്പോഴും പൊതുവെ സറൗണ്ടഡ് ടു സ്റ്റേറ്റ്മെന്റിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. മൈൻഡ്ഫുൾ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിക്കേ. വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തരിക, ടൈം പീരീഡ് ആലോചിക്കുക, കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ബേസിക്കലി എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നത്, നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ക്ലിയർ ആണോ?
Okay. With reference to 8th August 1942 in Indian history, which one of the following statement is correct? ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ഏത് എലിമിനേറ്റ് ചെയ്യും? നിങ്ങൾക്ക് അറിയാം ടൈം പീരീഡ് അറിയാം, 8th August എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. 8th August എന്തുമായി ബന്ധപ്പെടുന്നതാണ് ബേസിക്കലി? ഓഗസ്റ്റ് 1942 നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം അറിയാം അല്ലെ? ഓക്കെ, ഡി എലിമിനേറ്റ് ചെയ്യാം. യൂണിയൻ ഡൊമിനൻ സ്റ്റാറ്റസ് വൺസ് വാർ ഓഫ് ക്രിസ്മഷ്യൻ ഏതാ പീരീഡ് ടൈം പീരീഡ് അറിയുന്നുണ്ടെന്ന് അറിയാം. 8th August കിട്ടിയ ഞാനത് വെറുതെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എ ആണ് ഉത്തരം അല്ലെ? എങ്ങനെ വൈസ്രോയി എക്സിക്യൂട്ടീവ് കൗൺസിൽ എക്സ്പാൻഡ് ചെയ്യുന്നു 8th August എന്തിനാ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഡേറ്റും അത് ഇതൊക്കെ ആലോചിക്കുന്ന ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ഇത് ക്ലിയർ അല്ലേ? ഇത് ബേസിക്കലി വളരെ സിമ്പിൾ അല്ലേ? ഇത് പറഞ്ഞു വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുന്നു നല്ലത്. കോൺഗ്രസ് മിനിസ്ട്രീസ് ഒക്കെ റിസൈൻ ചെയ്ത 1939 ബേസിക്കലി നിങ്ങൾ വേൾഡ് വാർ വരുന്ന സമയത്ത് തന്നെ ഇത് ചെയ്തു. ഇനി നോക്കിയേ, മോർ ഇന്ത്യൻസ് ഇതൊക്കെ ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. 20 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ടൈം പീരീഡ് ആലോചിക്കാം. കുറെ പേര് അറിയാത്ത നേരത്തെ ആൻസർ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് റെസൊല്യൂഷൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണല്ലോ. ഓഗസ്റ്റ് 1940 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എല്ലാവർക്കും അറിയാന്ന് വെച്ചാൽ ഞാൻ വിട്ടുപോയത്. ഓക്കെ, ക്ലിയർ മേഘ കിട്ടിയോ? ഓക്കെ, ഓക്കെ വായിച്ചു കഴിഞ്ഞല്ലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഒരാൾ പറയുന്നത് ശരിയാണ്, ബാക്കിയുള്ളവര് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ് നമുക്ക് മനസ്സിലായി. 1990 അല്ലേ? ആ സമയത്താണ് നമുക്ക് മനസ്സിലായി. സോ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. പിന്നെ കുറച്ച് ഫാക്ച്വൽ സാധനങ്ങൾ ഇതിനകത്ത് അറിയണം ബേസിക് ആയിട്ട്. പക്ഷെ ഇത് കുറെ പേർക്ക് ഈ സാധനം ഇവിടെ അറിയില്ല, അതുകൊണ്ട് ഞാൻ വെറുതെ ഇട്ടുന്നേ ഉള്ളൂ. ഒന്ന് നോക്കിയേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? രണ്ടാം സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ബാക്കിയുള്ളവര് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നവരൊന്ന് കൈ തംസപ്പ് വരുമോ? നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട, വെറുതെ ഇരിക്കാനാ. എവിടെ പോയി എല്ലാരും? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? എന്താ കൺഫ്യൂഷൻ എന്തൊക്കെയാ? എന്താണ് നിങ്ങളുടെ കൺഫ്യൂഷൻ? കോൺഗ്രസ് declared attainment of Swaraj by all legitimate and peaceful means to be its objective. ശരിയാണോ തെറ്റാണോ? ബേസിക് നോളജ് കുറച്ച് വേണം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെ? സ്വരാജ് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഗാന്ധി എന്താ പറഞ്ഞത്? ഇഫ് യു കണ്ടിന്യൂ ലൈക്ക് ദിസ് വിത്തിൻ 1 year സ്വരാജ് വിൽ കം എന്നാണ് ഗാന്ധി ആദ്യം ഡിക്ലെയർ ചെയ്തത്. ബേസിക് സാധനമാണ് സ്വരാജ് എന്ന് പറയുന്ന സാധനം. എപ്പോ തൊട്ട് സ്വദേശി മൂവ്മെന്റ് സമയം തൊട്ട് സ്വരാജ് എന്ന് പറയുന്ന വേർഡ് പല സമയത്തും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ടല്ല, ജനറൽ ആണ്. രണ്ടാമത് വേർഡ്, ഇറ്റ് വാസ് ഇംപ്ലിമെന്റഡ് ഇൻ സ്റ്റേജസ് വിത്ത് സിവിൽ ഡിസോബീഡിയൻസ് ആൻഡ് നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റേജ് ഇഫ് ദ സ്വരാജ് ഡിഡ് നോട്ട് കം വിത്തിൻ എ ഇയർ ആൻഡ് ദ ഗവൺമെന്റ് റിസോർട്ടഡ് ടു റിപ്രഷൻ. രണ്ടാമത് തന്നെ ഇവിടെ തന്നെ പറയുന്നുണ്ട് വിത്തിൻ എ ഇയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇത് കറക്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഇതാണ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അതാണ് കുറെ പേർക്ക് അറിയാത്തൊരു കോൺസെപ്റ്റ് ആണ് ആ ഒരു ഭാഗത്ത്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ. അതുകൊണ്ടായിട്ടത് ബേസിക്കലി എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിനെ ഒഴിവാക്കും. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ അല്ലല്ലോ സിവിൽ ഡിസോബീഡിയൻസ് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റും. അപ്പൊ എല്ലാ എലിമിനേഷനിലും എല്ലാ ആൻസറും ഒരിക്കലും ശരിയാവില്ല. പക്ഷെ നിങ്ങൾക്ക് പ്രോപ്പർ നോളജ് ഉള്ള 20 എണ്ണം ഉണ്ടാവും. പ്ലസ് എന്താണ്?
ഒരു 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ബാക്കി ഒരു 5-ൽ താഴെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ 5-6 ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്താൽ തെറ്റും. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. അതെന്തായാലും തെറ്റും. അത് തെറ്റാതെ ഒരിക്കലും നിങ്ങൾക്ക് ശരി ഉത്തരം കൂട്ടാൻ പറ്റില്ല. ഓക്കെ, ആൻസർ is C. രണ്ടും എന്താണ്? ശരിയാണ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്താണ്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1 ഇയറിനുള്ളിൽ ഇൻഡിപെൻഡൻസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വിൽ ഗോ ഫോർ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. എന്നിട്ട് പിന്നെ ടാക്സ് കൊടുക്കില്ല. അങ്ങനെ ഓരോ സ്റ്റേജസ് ആയിട്ടായിരുന്നു ഗാന്ധി എന്ത് ചെയ്തിരുന്നത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പ്ലാൻ ചെയ്തത്. പക്ഷെ അതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു? ചൗരി ഇൻസിഡന്റ് ഒക്കെ വന്നിട്ട് മൊത്തത്തിൽ റിപ്രഷൻ ഒക്കെ വന്നിട്ട് ഇത് നടന്നില്ല, ആ സ്റ്റേജിലേക്കൊന്നും എത്തിയില്ല. പക്ഷെ എന്ത് ചെയ്തു? അതിന് മുന്നേ മൂവ്മെന്റ് നിന്നുപോയി. പക്ഷെ ദാറ്റ് ഈസ് ദ മൂവ്മെന്റ്. ആ മൂവ്മെന്റിനെ പറ്റി കുറെ പേർക്ക് അറിയാത്തതുകൊണ്ടാണ്, ആ ഒരു ഏരിയയെ പറ്റി അറിയാത്തതുകൊണ്ട് ഞാൻ നിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. Okay, so tomorrow will be the last session of Secret Mountain. So there we will discuss lot of various type of questions. Pala angle nalla questions practice cheyam. Then I'll also tell you what to do in the after the sessions. Ningal endokke karyangal cheyanam ennallathu just parayam. Okay, so that's it for today. Thank you so much. Any doubts so far? Doubts onnu illalo? Bye. Thank you. Practice ചെയ്യണേ.